പൗലോസിന്റെ സത്യത്തില് തടഞ്ഞത് ഭരണാധികാരികളല്ല. തന്റെ മൂന്നാമത്തെ യാത്രയ്ക്ക് ശേഷം നാലാമത്തെ യാത്ര ഒരു വിശേഷീകരണ യാത്രയായിട്ട് പിടിക്കപ്പെടുക. പക്ഷെ ധാരാളം പറയുന്നത് നിശ്ചയമായി താൻ റോമില് നിൽക്കുമെന്ന റോമില് പോയി റോമിലെ ഭരണാധികാരിയുടെ മുമ്പിൽ ഞാൻ ചെല്ലുമെന്നാ പറയും. പക്ഷെ അവിടെ ഉണ്ടായ സാഹചര്യങ്ങൾ 27-ാം അധ്യായം താഴോട്ട് പഠിക്കാനായിട്ട് കാണുന്നു. ഇവർ പോകുന്നതിന് മുമ്പ് തന്നെ പൗലോസിനെ തടവുകാരെ കൊല്ലാനുള്ള പദ്ധതി തയ്യാറാക്കി. പ്രവാചകൻ ഇത് കണ്ടിട്ട് പറയാണ്, മുന്നോട്ട് പോകരുത്, ഒരു പോക്കിൽ നീ അങ്ങനെ എത്തുന്നൊന്നും കാണുന്നില്ല. അപ്പൊ അവിടെ പറയുന്നൊരു കാര്യമാണ്, ഞാൻ മരിക്കാൻ തയ്യാറായിട്ടാണ് ഇത് അറിയിച്ചിരിക്കുന്നത്. ഞാൻ വായിച്ചെടുത്തോളം, മനസ്സിലാക്കിയെടുത്തോളം, എന്നെ പരിശുദ്ധാത്മാവ് പഠിപ്പിച്ചെടുത്തോളം വെയിത്ത ക്രേത്ത പോലെയുള്ള ദ്വീപുകൾക്കകത്ത് ഉണർവിട്ട് യാത്രയായിരുന്നു. സത്യത്തിൽ പുള്ളി തമിഴുകാരനല്ലായിരുന്നു. പക്ഷെ വെയിത്തക്കകത്ത് കയറുമ്പോൾ തന്റെ മേൽ വിരന്നുകളില്ല. അവിടെ ഏറ്റവും കൂടുതൽ വലിയ കടലിൽ പടയാളികൾ കൊല്ലാനിരുന്ന മനുഷ്യരെ ദൈവം രക്ഷിച്ചിട്ടും കടലിലെ തിരമാലകളും കാറ്റുകളും പ്രതിസന്ധികളുണ്ടാക്കിയപ്പോൾ ദൈവാത്മാവിന്റെ ആഗമനം ചോദിക്കുന്ന മനുഷ്യരോട് ദൈവം ഉത്തരം പറയുന്ന ഒരു കാര്യമാണ്, ഈ കപ്പൽ തകരും, പക്ഷെ നിങ്ങൾ തകരും. ആരോടൊക്കെ അത് ദൈവശബ്ദമായി സ്വീകരിക്കുന്നുണ്ടെങ്കിൽ നീ തകരത്തില്ല എന്നൊരാശയം അതിനകത്ത് നീ അക്കരെ ചെന്നിരിക്കും എന്നൊരു ഉത്തരവുണ്ട്. അവിടെ കാണുന്നത് വലിയ കല്ലിൽ തട്ടി ഈ കപ്പല് തകർന്നുപോയി. പക്ഷെ അക്കരെ അവനെ ദൈവത്തിച്ചു. ഇതൊരു ബൈബിൾ സ്റ്റോറിയോ ബൈബിളിൽ നടന്ന സംഭവമായിട്ട് മാത്രമല്ല ഇന്ന് പകൽ ഓർമ്മപ്പെടുത്തുന്നത്. ഇത് ഇന്ന് പകൽ നിങ്ങളുടെ മുമ്പിൽ ഞാൻ ആവർത്തിക്കുന്നതിന് മുമ്പിൽ ഞാൻ പ്രാസംഗങ്ങളൊന്നും അഭാവമായിട്ടുണ്ട്. എന്റെ ഓർമ്മയ്ക്കകത്തതില്ല. പക്ഷെ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തുക. എവിടെ ഏറ്റവും ബ്രേക്ക് ആകാൻ ചാൻസ് ഉള്ള നിന്നെ ദൈവം ഒരു കോമ നൽകി ഒരു തുടർച്ച നൽകാൻ പോവുക. പൗലോസിന്റെ യാത്രകൾക്കകത്ത് ദൈവം വഴിമുടക്കിക്കൊണ്ട് പൗലോസിന്റെ യാത്രകൾക്കകത്ത് സാത്താൻ ചെല്ലാതിരിക്കാൻ വേണ്ടി അവൻ ചെന്ന വീടുകളാണെന്ന് പറഞ്ഞിട്ടൊന്ന് മുടക്കി. പക്ഷെ ദൈവം മുടക്കിയിട്ട് ആഴവനെ ചോദിച്ച് ക്രിസ്ത്യൻ പ്ലേസിലേക്ക് താൻ യാത്ര തിരിക്കുകയും സാത്താൻ മുടക്കിയപ്പോൾ അതിന്റെ മുമ്പിലുള്ള ദൈവിക ശബ്ദത്തെ യാത്ര ചെയ്യുവാൻ അനുവദിക്കുകയും ചെയ്തു. അതിന്റെ പരിണിത ഫലം ഒരുപാട് സഭകൾ കൊടുക്കണം. ഒരുപാട് അവൻ നിങ്ങൾ പരിമിതികൾക്കകത്ത് ഒതുങ്ങരുത്. ഒന്ന് പറയാമോ? നിങ്ങൾ ഞാൻ പരിമിതിക്കകത്ത് നിങ്ങൾ എവിടെയാണ്? എന്താണ് നിങ്ങളുടെ ജോലി? ഏത് സാഹചര്യത്തിനകത്താണ് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റിയിരിക്കുന്നത്? ഏത് സാഹചര്യങ്ങൾക്കകത്താണ് വളർച്ച ഉണ്ടായത്? ഏത് സ്കൂളുകളിലാണ് നിങ്ങൾ പഠിച്ചത്? അവിടെ നിങ്ങൾക്കുണ്ടായ ജയമോ പരാജയമോ എല്ലാം ആവട്ടെ. പക്ഷെ നിങ്ങൾ ഇപ്പോൾ പരിമിതപ്പെടത്തക്ക രീതിയിൽ നിങ്ങളെ സെറ്റ് ചെയ്യരുത്. തല ഉയർത്തി ആത്മാവിൽ നിങ്ങളെ പ്രഖ്യാപിക്കാൻ. ഞാനൊരു കാര്യം തന്നാൽ നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്ട്രാ ഒരു വെള്ളം ഇത് ഞാൻ നിങ്ങൾക്ക് തന്നാൽ നിങ്ങൾ വേണ്ടി വരും. നിങ്ങൾ പറയും ദൈവം നമുക്ക് അനുവദിക്കുന്നതാണ് ദൈവത്തിന്റെ സാന്നിധ്യം. ദൈവം ഇതിനെ സ്വീകരിക്കാനുള്ള മനോഭാവം നമ്മളുണ്ടാക്കണം. ആരും പരാതി പറയരുത്. അവനവൻ ദൈവസാന്നിധ്യത്തെ അനുഭവിക്കാൻ പറ്റുന്നെങ്കിൽ നമ്മുടെ മനസ്സിനകത്ത് വരും. ചിലർക്ക് ആരാധിക്കാൻ സപ്പോർട്ട് ആവശ്യമാണ്. പക്ഷെ അങ്ങനെ നീ ആരാധിക്കുന്നവനായി മാറും. ആരാധന മാറും.
ആത്മീയനെ കുറിച്ച് വചനം പറയും, നിന്റെ ശബ്ദം മറ്റുള്ളവന് ആത്മീയ വർധനവ് വരുത്തുന്നു. ശബ്ദം മറ്റുള്ളവന് ആത്മീയ വർധനവ് വരുത്തുന്നു. നിന്റെ ശബ്ദം മറ്റുള്ളവർക്ക് ജീവനായി, മറ്റുള്ളവർക്ക് ആരോഗ്യമായി വരും. ചിലരുടെ ആദ്യം കേട്ടപ്പോ മൊത്തത്തിൽ നമ്മൾ ചേർന്നു. ചില വാക്കുകളുണ്ടല്ലോ നമ്മളെ ഭയങ്കരമായിട്ട് പുസ്തകിക്കും. മാനുഷികമായ വാക്കുകൾക്ക് അത്രത്തോളം സാധ്യതകൾ ഉണ്ടായെങ്കിൽ, നമ്മുടെ മനസ്സിനോടുള്ള ബന്ധത്തിൽ അത്രത്തോളം സാധ്യതകൾ ഉണ്ടായെങ്കിൽ, നമ്മുടെ ഉള്ളത്തിൽ കിടക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നമ്മൾ പുറപ്പെടുവിക്കുന്ന ദൈവവചനങ്ങൾക്ക് നമ്മൾ ഒരുപാട് ഫലങ്ങളെ, നല്ല ഫലങ്ങളെ, നല്ല ഊർജങ്ങളെ, നല്ല വളർച്ചകളെ നൽകാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. അവിടെ ഞാൻ പ്രാരംഭത്തിൽ പറയുന്നത് തടസ്സങ്ങളെ അതിജീവിക്കാനുള്ള ഒരു മനോഭാവം നമുക്ക് കോംപ്രമൈസ് ചെയ്യുന്ന മനോഭാവമല്ല, തടസ്സങ്ങളെ അതിജീവിക്കാനുള്ള. അതുപോലെ പരിശുദ്ധാത്മാവിനോട് സംസാരിക്കട്ടെ. ശാരീരികമായ പ്രയാസങ്ങളുടെ പ്രാർത്ഥനയോടെ ദൈവം എന്റെ ബലഹീനത പ്രാധാന്യതയില്ല, അറിച്ച് ഞാൻ നിൽക്കുന്നത് ദൈവസന്നിധി വചനമായിട്ട് എന്റെ എല്ലാ ബലഹീനതയും മാറ്റങ്ങളോട് ദൈവാത്മ സംസാരിക്കാൻ വിശ്വസ്തനാണ്. കരണ്ട് വലിക്കാൻ അനുകൂല ആത്മാവുമാർക്കാൻ നിങ്ങളും അനുകൂലമുണ്ടെന്ന് നിങ്ങളെ ചിന്തിക്കട്ടെ. ഞാൻ ഇന്ന് രാവിലെ ഞാനിത് പോരുന്നതിന് വന്നിട്ട് എന്താണ് മെസ്സേജ് ടൈപ്പ്? സത്യത്തിൽ മെസ്സേജ് എന്റെ അകത്തൊന്നും ഞാൻ ടൈറ്റിൽ കൊടുത്തിട്ടില്ല. ഞാൻ ഒന്ന് രണ്ട് ഭാഗങ്ങളിൽ പെട്ടെന്ന് അതിനകത്ത് ഏറ്റവും മെയിൻ കാണുന്നത് ദൈവം പ്രവർത്തിക്കുന്നതാണ്. ഇന്ന് ദൈവം പ്രവർത്തിക്കുന്നു, കരട് പ്രവർത്തിക്കുന്നു. ദൈവം പ്രവർത്തിക്കുന്നത് കരട് പ്രവർത്തിച്ചില്ലെന്ന് വരും. അമേ സ്വല്പം പ്രവർത്തിക്കുന്നില്ല, ദൈവമാണ് പ്രവർത്തിക്കുന്നത്. അമേ അത് ചിലത് വേണ്ട എന്ന് വെക്കുന്ന അനുഭവങ്ങൾ എന്തിന്റെയൊക്കെയോ തുറന്നു വരവിന്റെ ആരംഭങ്ങളാണ്. ഞാൻ നിങ്ങളുടെ മുമ്പ് പറഞ്ഞിട്ടുണ്ടോ അറിയില്ല, ഉണ്ടെങ്കിൽ നേരെ വന്യത്തിലേക്ക് ഇസ്രയേലിൽ നിന്ന് ജനം പോരാണുണ്ടാകുന്ന ഒരു ആളുകൾ പോരുമല്ല, പക്ഷെ അവരെ ദൈവം ഇങ്ങനെ നട്ടുക, എൻകറേജ് ചെയ്യുക. പോരാൻ സമയമായി. ഒന്നുകൂടെ എക്സാക്ട് പറഞ്ഞാൽ ഒരു 40 വർഷം തികയുന്ന സമയം. ആ സമയം മുതൽ ദൈവം ഇവരോട് സംവദിക്കുന്നുണ്ട്, ദൈവം അവരോട് തട്ടുന്നു, ദൈവം അവരോട് ഇടപെടുന്നു. അത് അവരുടെ ജീവിത ശൈലി കൊണ്ട് തന്നെ കാണാൻ പറ്റും. മറ്റുള്ളവർ തങ്ങളെ തകർക്കാൻ തയ്യാറാകുമ്പോൾ അവർ വളരുകയാണ്. ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെയാ പ്രയോജനപ്പെടുന്നത്? ഒരാളും നിങ്ങളെ നശിപ്പിക്കാൻ അവരുടെ മനുഷ്യനാകട്ടെ, ആ തളർച്ച നിങ്ങൾക്ക് തളർച്ചയാകത്തില്ല എന്നതിന്റെ അർത്ഥം. ഇങ്ങനെ പറഞ്ഞ ഈ സമയങ്ങളിൽ ദൈവം അവരെ എൻകറേജ് ചെയ്ത് അവരെ അറിയാതെ അവരെ അല്പം കൂടെ ബൈബിളിൽ കിടക്കുന്ന വാക്യം, ദൈവം അവരെ സന്ദർശിച്ചുകൊണ്ടിരുന്നു. പറഞ്ഞേ, ദൈവം അവരെ സന്ദർശിച്ചു. ദൈവം ദൈവം ജനത്തെ സന്ദർശിക്കുമ്പോൾ ആഹ്ലാദത്തിന്റെ അനുഭവം. ആഹ്ലാദത്തിന് ഇതൊരു ഭയങ്കര ആലോചനയാണ്. ബൈബിളിനകത്ത് പഴയ പുസ്തകങ്ങളിലത് നമ്മൾ പറഞ്ഞ ന്യായാധിപന്മാരുടെ കാലഘട്ടം, ഒരു ലോങ് ഡിസ്റ്റൻസിനകത്ത് ഒരു വലിയ കാലഘട്ടം, വലിയ കാലഘട്ടം. ഈ കാലഘട്ടത്തിനകത്ത് ദൈവത്താൽ നിയോഗിക്കപ്പെട്ട വ്യക്തികളുണ്ട്. ദൈവത്താൽ ഈ വ്യക്തികൾ വഴി സംഭവിക്കുന്ന ഒരു കാര്യമാണ്.
അവരെ ദൈവം അയക്കുന്ന സമയങ്ങളിൽ അവിടെ എഴുതപ്പെട്ടിരിക്കുന്ന കാര്യമാണ്. ദൈവം ജനത്തെ സന്ദർശിക്കുന്നു. ദൈവം കൈ ഉയർത്തിയിട്ട് പറഞ്ഞാണ്, ദൈവം കേട്ട് സന്ദർശിക്കേണ്ടതിനാണ്, ദൈവം എന്റെ കുടുംബത്തെ സന്ദർശിക്കേണ്ടതിനാണ്, ദൈവം എന്റെ സാധ്യതകളെ അനുഭവങ്ങളെ സന്ദർശിക്കേണ്ടതിനാണ്. പ്രിയ ദൈവത്തിന്റെ പ്രത്യേകത നമ്മുടെ അനുവാദമാണ് കൃത്യമാണ്. നമ്മുടെ അനുവാദം നമ്മൾ അനുവദിക്കുന്നതനുസരിച്ചിരിക്കും ദൈവിക സന്ദർശനങ്ങൾ നമ്മുടെ അനുഭവം. ഞാൻ പറഞ്ഞ വാക്കിലേക്ക് മടങ്ങി വരുന്നത്, അവരെ ദൈവം സന്ദർശിച്ചുകൊണ്ടേയിരിക്കും. ദൈവജനം ആ സന്ദർശനത്തിന്റെ ഏറ്റവും എഴുതി കിടക്കുന്ന ഒരു ഭാഗമാണ് ഞാൻ നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്. അവർക്ക് പറവ് നൽകിക്കൊണ്ടിരുന്ന ചില കാര്യങ്ങളുണ്ടായിരുന്നു. ജോലി ചെയ്യാൻ ആവശ്യമുള്ള കാര്യങ്ങൾ, പട്ടിണി കിടന്ന് ഒരുപാട് പട്ടിണി കിടന്നു, അതിനെയാണ് അവർ ഭയങ്കര സംഭവം. അങ്ങനെ കൊടുത്ത ആഹാരം അത് നിർത്തലാണ്, വേണ്ടെന്ന് വെച്ചു. കാരണം ഭഗവാൻ പറയുന്നുണ്ട്, ജനം ആരാധിക്കാൻ പോകണമല്ല, ജനം മുഴുവൻ ദൈവത്തെ ആരാധിക്കാൻ പോകണമെന്ന് 3 ദിവസത്തെ നമ്മൾ പാടിയതുപോലെ കനാൻ ദേശത്തിലേക്ക് ഞങ്ങളെ വിടണമെന്നോ എന്നേക്കുമായി സ്വാതന്ത്ര്യം തരണമെന്നാണോ അവിടെ പറഞ്ഞേക്കുന്നത്? അല്ല, ആരാധിക്കാൻ. അല്ല, അതിന്റെ അർത്ഥം എന്തുവാ? ഈ അനാദേശത്തിലേക്കാ പോകുന്നത്, വിടുതൽ പ്രാപിക്കുകയാണ്. പക്ഷെ മെയിൻ പർപ്പസ് ഈ ആരാധിക്കാൻ പോകുന്നതാണ്. സ്വന്തമായി തലയിലേക്ക് ഹല്ലേലൂയ. ഇതാ പറഞ്ഞ നമ്മള് സന്തോഷം പ്രകടിപ്പിക്കുന്നത്, നമ്മൾ പിള്ളേരുടെ സന്തോഷം അവരുടെ രീതിയായിട്ട് നമ്മൾ ചെയ്യുന്നത്, അല്ലെ? അവരുടെ രീതിയിൽ ഇപ്പം നമ്മൾ കർത്താവിനോട് ഒരു 40 വയസ്സുകാരനോ 50 വയസ്സുകാരനോ മനസ്സിന്റെ പക്വതയെ എങ്ങനെയാണ് അതെ ഈ വചനങ്ങളോട് സ്വീകരിക്കാൻ തയ്യാറാണ്. നല്ല മനസ്സോടെ ദിവസമായിരുന്നു ദൈവം അവർക്ക് പ്രൊവൈഡ്. ഞാൻ പറയാൻ ആഗ്രഹിച്ച ഞാൻ അതിനെ വിശദീകരിക്കുന്ന ഇങ്ങനെയാണ്. എന്തുകൊണ്ട് പറവോൻ നിർത്തി എന്നതിന് എനിക്കുള്ള മറുപടി, ദൈവം ജലത്തിന്റെ പ്രൊവൈഡർ ആയപ്പോൾ പ്രൊവൈഡ് ചെയ്ത പറവോന്റെ സകല അല്ലെ. ഇനി പറവോനിൽ നിന്നല്ല വരുന്നത്, പറവോൻ കൊടുക്കുന്ന എച്ചിൽ നിന്നോണ്ട് ഇനി ജലം മുന്നോട്ട് പോകില്ല. നീ ഇനി അപ്പം കൊടുക്കുന്ന ഫുഡാണ്. ഇത് സത്യത്തിൽ വെളിപ്പെട്ടത് ഇവർ മരുഭൂമിയിലേക്ക് ഇറങ്ങിയപ്പോൾ. പക്ഷെ ഇത് വസ്തുവായോ ഇവരിലേക്ക് ലഭിക്കാതെ തന്നെ ഒരു ശാരീരികമായ ആരോഗ്യത്തിലേക്ക് ഇസ്രായേലിൽ നിന്നപ്പോൾ തന്നെ ദൈവം അവരെ സെറ്റ് ചെയ്തു. ആമേൻ ആമേൻ. ഞാൻ ഇതിനകത്തുള്ള ഇടനായി നടക്കുന്ന ആലോചനയുണ്ട്. ഇവർക്ക് ആ ദൈവത്തെ തിരിച്ചറിയാൻ പറ്റാത്ത നിലവാരത്തിനകത്ത് പെട്ടുകിടക്കുമ്പോഴും ദൈവം അവരെ സ്നേഹിക്കുന്നത് കൊണ്ട് അവരുടെ ജീവിതത്തിനകത്ത് ദൈവിക എനർജി വെളിപ്പെടും. അതെ, ഞാൻ ഈ ആസാമിന്റെ കഴിഞ്ഞ പ്രാവശ്യം പോകുന്നത് യാത്ര കഴിഞ്ഞിട്ട് അവിടുത്തെ ഒരു ആന്റി ക്ഷീണം ഉണ്ടാകാതിരിക്കാൻ അതേപോലെ ഞാൻ അതിനെ വിചാരിച്ചു അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി അത് കുടിച്ചിട്ട് രാവിലെ പഠിക്കുക. വീട്ടിൽ വന്ന് ചോദിച്ചു എന്താണ് അതിന്റെ കണ്ടത് മനസ്സിലാവും. അതായത് കുടിച്ചത് വെള്ളം പുറത്ത് താഴെ സംഭവം
എന്ന് പറഞ്ഞ പോലെയാണ് ഇവിടെ സംഭവിച്ചത്. ഈ മരുഭൂമിയിലേക്ക് ഇറങ്ങിയപ്പോഴാണ് മന്നയൊക്കെ വെളിപ്പെട്ടത്. മരുഭൂമിയിലേക്ക് ഇറങ്ങിയപ്പോഴാണ് കാടപ്പക്ഷി വെളിപ്പെട്ടത്. പക്ഷെ അവിടെ ആയിരുന്നപ്പോൾ തന്നെ അറിയാതെ ഇവരുടെ അകത്തൊരു ആരോഗ്യത്തെ പകർന്നു തീരുന്നു. ദൈവം അത് നിങ്ങൾക്കായി വെളിപ്പെടുത്തട്ടെ. നമ്മൾ ഇന്ന് പകല് യേശു പ്രവർത്തിക്കുന്നവനാണ്. പറയാം, അവൻ മരുഭൂമിയിലും പ്രവർത്തിക്കും, അവൻ നാളെ ആയിരിക്കുമ്പോഴും പ്രവർത്തിക്കും, അവൻ നിങ്ങൾ ക്ഷീണത്തിലായിരിക്കുമ്പോഴും പ്രവർത്തിക്കും, അവന്റെ കൂടെ ആരും ഇല്ലെങ്കിലും അവൻ പ്രവർത്തിക്കും. ആമേൻ. അതുകൊണ്ട് കഴിഞ്ഞ ആഴ്ച വായിച്ച ആലോചന മറ്റൊരു വാക്യം അതിന്റെ 3-ാമത്തെ വാക്യം. അതിന് യേശു അവനെങ്കിലും അവന്റെ അമ്മയപ്പന്മാരെങ്കിലും പാപം ചെയ്തിട്ടല്ല, ദൈവപ്രവൃത്തി അവങ്കൽ വെളിവാകേണ്ടതിനത്രേ. യേശു ഈ യോഹന്നാന്റെ സുവിശേഷത്തിലൂടെ തന്നെ വെളിപ്പെടുത്തുന്ന, അല്ലെങ്കിൽ താൻ പറഞ്ഞ കാര്യങ്ങൾ മറ്റ് സുവിശേഷകന്മാർ വെളിപ്പെടുത്താതെ വിട്ടുകളഞ്ഞ ചില ഭാഗങ്ങളെ കൃത്യമായി വെളിപ്പെടുത്തുന്ന യോഹന്നാന്റെ എഴുത്തുകാരന്റെ ശൈലി. അതിനകത്ത് പറയാം, ആർക്കും പ്രവർത്തിക്കാൻ പറ്റാത്ത ഒരു സമയം വരും. പ്രവർത്തിക്കാൻ പറ്റാത്ത സമയം ആർക്കും പ്രവർത്തിക്കാൻ ആർക്കും പ്രവർത്തിക്കാത്ത ഒരു സമയം വരുന്നുണ്ട്. അതുകൊണ്ട് പകലുള്ളിടത്തോളം ഞാൻ പ്രവർത്തിക്കേണ്ടതാണ്. യേശു പകലെന്ന് ഉദ്ദേശിച്ചത് തന്റെ പരസ്യ ശുശ്രൂഷ ഈ ഭൂമിയിൽ എത്ര നാളുണ്ടോ ആ അനുഭവത്തെയാണ് വെളിപ്പെടുത്തിയത്. അതൊരു 3.5 വർഷത്തെ കാലക്കണക്കായിരുന്നു. ഈ 3.5 വർഷത്തിൽ തനിക്ക് ക്ഷീണമില്ലാത്ത ഒരു പ്രവൃത്തിയാണ് താൻ ചെയ്തത്. ആമേൻ, ആമേൻ. ഞാൻ ആ വാക്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് നൽകുന്ന ആശയങ്ങൾ ഞാൻ ഒന്നുകൂടെ പറയാം. യേശു അന്ന് പ്രവർത്തിച്ച യേശു, ആ 3.5 വർഷം പ്രവർത്തിച്ച യേശു ഇന്നും പ്രവർത്തിക്കുന്നു എന്ന് എനിക്ക് നിങ്ങളോട് പറയാൻ ആഗ്രഹം. കാരണം അതേ കാലഘട്ടം പോലെ യേശു എന്താണോ ചെയ്തത് അതേ പ്രവൃത്തി ചെയ്യേണ്ടതിനായി ഇന്ന് സഭയെ ദൈവം അപ്പോയിന്റ് ചെയ്തിരിക്കുക. അന്ന് പ്രവർത്തിച്ച യേശു ഇന്നും അതേപോലെ തന്നെ പ്രവർത്തിക്കുക. പക്ഷെ മുമ്പിൽ നിർത്തുന്നത് ഇന്ന് സഭയാണ്. വിഷയത്തോട് ഇറങ്ങി നിൽക്കാമോ? ഇന്ന് അതറിയ ദൈവം സഭയെ മുമ്പിൽ കൊണ്ടുവന്നിരിക്കുക. 1-ാം അധ്യായത്തിനകത്തെ വിഷയങ്ങളൊക്കെ ഞാൻ പ്രസംഗിച്ചിട്ടതാണ് നിങ്ങളുടെ മുമ്പിൽ. അത് കുറഞ്ഞൊരു കാലഘട്ടത്തേക്ക് ഇനി ഞാൻ വീഴ, ഇനി നിങ്ങളെയാണ് കാണാൻ പോകുന്നത്. ഇനി ലോകം എന്നെ കാണത്തില്ല, ലോകം കാണാൻ പോകുന്നത് നിങ്ങളെയാണ്. ആരാണ് നിങ്ങൾ? ആ നിങ്ങൾ എന്ന് പറയുന്നത് എന്റെ വചനത്തിൽ വിശ്വസിച്ച് എന്നിൽ നിന്ന് ശക്തി പ്രാപിച്ച ഒരു തലമുറ പുറത്തു വരും. ആ തലമുറയെ ദൈവം ഈ ലോകത്തിനെ കാണിക്കാൻ പോവുകയാണ്. നിങ്ങൾ ആ കൂട്ടത്തിൽപ്പെട്ട ആൾക്കാരാണോ? അത് കാഴ്ച ബംഗ്ലാവിൽ കൊണ്ടുവച്ചിരിക്കുന്ന, സ്കൂളിൽ കൊണ്ടുവച്ചിരിക്കുന്ന ഒരവസ്ഥ പോലെയുള്ള ഷോ അല്ല. മറിച്ച് ദൈവം നിന്നെ അവതരിപ്പിക്കാൻ പോവുകയാണ് ഈ ദേശത്ത്. ദൈവം നിങ്ങളെ ഷോ ചെയ്യാൻ പോവുകയാണ്. നിങ്ങളിലുള്ളത് വെളിപ്പെടാനല്ല, അവരിലുള്ളത് വെളിപ്പെടാം. അപ്പൊ പകൽ എന്ന് പറയുന്ന യേശു പറഞ്ഞ പകലാണ് ഇത്. അവൻ ഒരു രാത്രിയുണ്ട്, ആ രാത്രിക്ക് മുമ്പ് ഒരു പകലുണ്ട്. അവൻ അല്പം കൂടെ മിസ്റ്ററിയാണ് ഈ വാക്ക്. ഞാനത് നിങ്ങൾ എന്നോട് സഹകരിക്കാൻ ഞാനത് തോന്നുന്നത്. ഈ യേശു പകൽ എന്ന് പറയുന്നത് താൻ പ്രവർത്തിക്കുന്ന ആ സമയ പീരീഡിനെയാണ്.
ഈ കാലഘട്ടം അന്നത്തെ സമയമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവർ പ്രവർത്തിക്കാൻ റെഡിയായിട്ട്. ഇന്നത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ അവർ മുമ്പിൽ നിൽക്കുന്ന ജനം തയ്യാറാണോ? ജനം തയ്യാറാകണോ എന്നൊരു ചോദ്യം. ജനം തയ്യാറാണെങ്കിൽ യേശു പറഞ്ഞ മറുപടി, ഞാൻ ചെയ്തത് മാത്രമല്ല, ഞാൻ ചെയ്തതിൽ അധികം ചെയ്യാൻ വേണ്ടി ദൈവം നിന്നെ. അത് കർത്താവിന്റെ ഒരു സ്നേഹമാണ്. എന്റെ ഒരു മനസ്സാണെങ്കിൽ ഞാൻ ചെയ്തതിൽ കൂടുതൽ മറ്റൊന്നും ചെയ്യും. കാര്യം മനസ്സിലാക്കാൻ ഞാൻ ചെയ്തതിനേക്കാളും ഞാൻ അവിടെ അത് ഈ അസൂയയുടെ ആത്മാവിനെ അടുത്ത് യേശുവിന്റെ കാര്യം, യേശുവിന്റെ ഒരു ലൈഫ്, യേശുവിന്റെ മനോഭാവം യേശു പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഞാൻ ചെയ്തു, ഞാൻ ഭൂമിയിൽ എന്റെ പ്രവൃത്തി ചെയ്തു. ആ പ്രവൃത്തി മാത്രമല്ല, അതിനേക്കാൾ വലുത് ചെയ്യാൻ ഞാൻ എന്റെ സമയം നിർത്തിയിരിക്കുകയാണ്. അംഗീകരിച്ചേ പറ്റൂ. സഭ ഇതിനെ സ്വീകരിച്ചേ പറ്റുള്ളൂ. എന്താണ് അതിന്റെ വലിയ കാര്യം? ഈ കാലഘട്ടത്തിൽ ദൈവം അടയാളങ്ങളെ വെളിപ്പെടുത്താൻ പോവുകയാണ്. ഈ 9-ാം അധ്യായത്തിനകത്ത് സ്റ്റോറി തന്നെ അതുപോലെ ഇതാണ്. ഈ സ്റ്റോറി അംഗീകരിക്കാൻ, ഈ ഒരു വെളിപ്പെടുത്തലിനെ അംഗീകരിക്കാൻ അവിടുത്തെ പരീക്ഷകൾ തയ്യാറല്ല, അവരെ സ്വീകരിക്കാൻ തയ്യാറല്ല. അവരുടെ അടുത്തേക്ക് വരുമ്പോ അവർ പുറത്താക്കുക. അത് പറയുന്നതിനാണെയോ, ഞങ്ങൾക്ക് മോശയുണ്ട്, ഞങ്ങൾക്കറിയാം മോശയോട് ദൈവം സംസാരിച്ചിരിക്കുന്നു എന്നോട് പറയുന്നു. മോശയോട് ദൈവം സംസാരിച്ചിരിക്കുന്നു, ആ മോശയെ ഞങ്ങൾക്ക് മതി. പക്ഷെ സംസാരിച്ചവൻ ഭൂമിയിൽ ഇറങ്ങി ജയിച്ചത് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ യേശുവിനെ സ്വീകരിക്കാനോ, ആ യേശുവിനോടുള്ള പ്രവൃത്തിയെ സ്വീകരിക്കാനോ ജനം മനസ്സുകൊണ്ട് തയ്യാറാകുന്നില്ല. ഏത് കാലഘട്ടമാണ് പകൽ എന്ന് പറഞ്ഞ ആ കാലഘട്ടം? ഏത് കാലഘട്ടമാണ്? ഏത് കാലഘട്ടമാണ് പകൽ എന്ന്? ഏതാ? കണ്ടാൽ, നോക്കിയാൽ, സംസാരിച്ചാൽ അത്ഭുതങ്ങൾ നടക്കേണ്ട സമയം. ഈ സമയം അടങ്ങിയിരിക്കുന്ന സമയമല്ല. ഈ സമയം അടങ്ങിയിരിക്കേണ്ട സമയമല്ല. ഇന്ന് കണ്ടിട്ട് ഇതിനു മുമ്പ് നാളെ വിടുതൽ നൽകാമെന്ന് പറയുന്ന ലൈഫ് സ്റ്റൈൽ അല്ല കർത്താവ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. കണ്ട മാത്രയിൽ അവന്റെ മേൽ ശക്തി ഇറക്കി വിടുതൽ നൽകുന്ന സമയമായിരുന്നു. ഇതാണ് ഈ കാലഘട്ടത്തിലാണ്, അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിന്റെ തുടക്കത്തിലാണ്, ഈ കാലഘട്ടം സഭയിലേക്ക് കൈമാറിയ സമയത്താണ്. കയ്യിലൊന്നും ഇല്ലാത്തവർ രാവിലെ എഴുന്നേറ്റ് പള്ളിയിൽ പോകുമ്പോൾ ആ യാത്രക്കിടയിൽ ഒരുവൻ മുടന്തനായിരിക്കുന്നത് കണ്ടു. ആ മുടന്തന്റെ മനസ്സിൽ നിന്ന് ഉയർന്നു വന്ന വാക്ക്, അവൻ ഭിക്ഷ അയച്ച പത്രോസും യോഹന്നാനോട് അവർ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറയുന്ന വാക്കാണ്: ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല, വെള്ളിയില്ല, ഒന്നുമില്ല, പക്ഷെ ഒരു സാധനം നിനക്ക് വേണമെന്ന് തരാം. യേശുവിന്റെ നാമം. ഹല്ലേലൂയ. ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു എന്ന് പറഞ്ഞപ്പോൾ അന്ന് വരെ അവനെ ഭിക്ഷക്കാരനാക്കിയത് മാറിപ്പോയി. അവരെ ഭിക്ഷക്കാരനാക്കിയത് മുടന്തനാണെങ്കിൽ, അവരെ മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടാൻ പറ്റുന്ന രീതിയിൽ അവന്റെ ജീവിതത്തെ നരകതുല്യമാക്കിയത് അവന്റെ കാര്യം മുടന്താണെങ്കിൽ, ഞങ്ങളുടെ കയ്യിലുള്ളത് നീ എല്ലാ ദിവസവും വാങ്ങിക്കുന്ന ഭക്ഷണമല്ല, മറിച്ച് എന്നേക്കുമായി നിന്റെ ഭക്ഷണത്തെ മുട്ടിച്ച ആ അനുഭവത്തെ ഞാൻ ഇന്ന് ശാസിക്കുകയാണ്. അവന്റെ ലൈവ് തുറന്നു വരാൻ കഴിയാതെ വണ്ണം അവന്റെ ജനനം മുതൽ അവനെ ഒതുക്കിയതിനെ ആ വെളിച്ചത്തിനകത്ത് ദൈവം നിർത്തിയ ദൈവീയ അഭിഷേകന്മാർ അവരുടെ കയ്യിലെ അഭിഷേകത്തെ ഉപയോഗിച്ചു കൊണ്ടുപോകും.
ശക്തമായി വിശ്വസിക്കുക. ദൈവം നിന്നെ സെറ്റ് ചെയ്തായിട്ട് മനസ്സിലാവും. പറയാം യേശു സൗഖ്യം. ഞാനിപ്പോ ട്രെയിൻ ചെയ്യുന്ന വചനം പഠിപ്പിക്കുന്ന ഡെയിലി അവരെ കോച്ചിങ് ഒരുപാട് ഇവരാരും അപ്പനമ്മമാരും വിശ്വസിക്കപ്പെട്ടല്ല. അവിടെയൊക്കെ തന്നെ ഉള്ളതാണ്. സ്കൂളിൽ ചെന്നപ്പോ കോളേജിൽ പഠിക്കാൻ പോയപ്പോ നേഴ്സിംഗ് പഠിച്ചിട്ടുണ്ടെന്നിടയ്ക്ക് ഏതോ പരീക്ഷ തോറ്റപ്പോ അവരുടെ കൂട്ടുകാരി പറഞ്ഞ ഇല്ല യേശു സഹായിക്കുമെന്ന് പറഞ്ഞ ഒറ്റ വാക്കുകളാണ്. നിങ്ങൾ സുമിതി കേൾക്കുന്ന ആദ്യത്തെ സൗമ്യം ഒരു സിസ്റ്ററാണ്. ധാരാളം ജോലി ചെയ്തിരുന്നപ്പോൾ എന്തോ ശാരീരിക പ്രയാസം വന്നപ്പോൾ മരുന്ന് കൊടുത്തിട്ട് മരുന്ന് കൊടുത്തിട്ടിരുന്നപ്പോൾ വെറുതെ പറഞ്ഞു വിട്ടൊരു വാക്കാണ് യേശു. വെറുതെ പറഞ്ഞു വിട്ടതാണ്. ഇതൊരു അസാധാരണ ശുശ്രൂഷയായി ദൈവം മാറ്റി കുടുംബത്തിലുള്ളവരെ മൊത്തം കണ്ടു. ഞാൻ പറഞ്ഞു വന്നതിന്റെ കാര്യം എന്താണെന്നറിയാമോ? ഈ കാലഘട്ടത്തിൽ ദൈവം നിന്നെ എങ്ങനെയാണ് അപ്പോയിന്റ് ചെയ്തേക്കുന്നതെന്ന് മനസ്സിലാക്കാൻ നിങ്ങളുടെ ഹൃദയം കൊണ്ട് നിന്ന് തയ്യാറായ നമുക്ക് യേശു ഞായറാഴ്ച 2.5 മണിക്കൂർ ആരാധിക്കാനുള്ള ഒരു ആരാധനാമൂർത്തിയല്ല, മറിച്ച് യേശു ലൈഫ് സ്റ്റൈലായി മാറും. ഇത് വീര്യപ്രവൃത്തിയുടെ കാലഘട്ടമാണ്. അത്ഭുതങ്ങളുടെ കാലഘട്ടമാണ്. വീര്യപ്രവൃത്തികൾ സംഭവിച്ചേ പറ്റുള്ളൂ. ഇന്ന് ഇപ്പോൾ അനുവദിക്കപ്പെടുന്ന കരണ്ട് പോലും അനുവദനീയമല്ലാതിരിക്കുമ്പോഴും ശക്തിയോടെ ഈ അന്തരീക്ഷത്തോട് നമ്മൾ വിളിച്ചു പറയണം. ഒരു മിറക്കിൾ സംഭവിക്കാൻ വേണ്ടി ദൈവം അനുവദിച്ചിരിക്കുന്ന ഒരു ടൈമിനകത്താണ് ദൈവം എല്ലാവരും നിൽക്കുന്നില്ല. ഒരാളെങ്കിലുണ്ടെങ്കിൽ അവൻ യേശുവിന്റെ ഒരു കാലം, യേശുവിന്റെ സമയത്ത് ഈ വിഷയം സംബന്ധിച്ചുണ്ടായ തുറന്നവരവ് അത് പറഞ്ഞിട്ട് ഞാൻ ലാസർ മരിച്ചു, നാറ്റം വെച്ചു, കല്ലറയായി ഇരിക്കുന്ന സമയത്ത് 4 ദിവസങ്ങൾക്ക് ശേഷം യേശു കല്ലറയിലേക്ക് പോകാനായിട്ട് ഇങ്ങനെയാണ് പറയുന്നത്. അല്ലെങ്കിൽ ബെഥാനിയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ തോമസ് ഉൾക്കൊള്ളുന്ന ആ ശിഷ്യന്മാരുടെ ഒരു കൂട്ടം യേശുവിനോട് സംസാരിക്കുക. ഇപ്പൊ പോയ അവര് കല്ലറി, ഇപ്പൊ പോയ കല്ലറിനകത്ത് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പോകണ്ട എന്നുള്ളതാണ് തോമസിന്റെ ആശയം. യേശു പറയാ ഇല്ല. അവിടെ പറയുന്നൊരു കാര്യം, ഞാൻ പറഞ്ഞതിന്റെ പിന്നിലെ കാര്യം, ഞാൻ എന്തിനാ അങ്ങോട്ട് പോകുന്നത്, ഞാൻ എന്താണ് അവിടെ ചെയ്യാൻ പോകുന്നു എന്നതിനെ കുറിച്ച് എനിക്ക് നല്ല ധാരണയുണ്ട്. ഈശോ അവിടെ കൊടുത്തേക്ക് വാക്കെന്നറിയോ? പകലിൽ നടക്കുന്നവൻ വെളിച്ചമുള്ളത് കൊണ്ട് പകലിൽ നടക്കുന്നവൻ വെളിച്ചമുള്ളതുകൊണ്ട് ഇടറുന്നില്ല. ഇരുട്ടത്ത് നടക്കുന്നവൻ വെളിച്ചില്ലാത്തത് കൊണ്ട് ഇടറുന്നു. എവിടുത്തെ വാക്യം? യോഹന്നാന്റെ സുവിശേഷം 14 എന്താണ് യേശു പറഞ്ഞത്? യേശു പറഞ്ഞത്, ഞാനിപ്പോ അങ്ങോട്ട് പോയി ലാസറിന്റെ മുഖം ഉയർപ്പിക്കാൻ പോവുകയാണെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം, നിങ്ങൾക്കത് അറിയത്തില്ല. അപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യത്തെ കുറിച്ച് എനിക്ക് നല്ലപോലെ ബോധ്യമുള്ളത് കൊണ്ടാണ് 4 ദിവസം ലേറ്റ് ആയിട്ടാണെങ്കിൽ പോകുന്നത്. അപ്പൊ 4 ദിവസം ലേറ്റ് ആയതിന്റെ പിന്നിൽ ഒരു പദ്ധതിയുണ്ട്. കാര്യങ്ങൾ ലേറ്റ് ആകുന്നതിന്റെ പിന്നിൽ ചില പദ്ധതികളുണ്ട്. മണിക്കൂറ് ലേറ്റ് ആക്കുന്നതിനകത്തല്ല ഞാൻ പറഞ്ഞു. അവിടെ യേശു ഉദ്ദേശിച്ചത് എന്നാണ്? ഞാൻ വെട്ടത്താണ്, നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത എന്തോ ഞാൻ കാണുന്നു, അല്ലെ? നിങ്ങൾ അവിടെ എല്ലാവർക്കും ഒരുപോലെ വെളിച്ചമാണ്. രാവിലെ ആണെങ്കിൽ യാത്ര കിട്ടുന്നത് സൂര്യന്റെ വെളിച്ചം എല്ലാവർക്കും. പക്ഷെ സൂര്യന്റെ വെളിച്ചത്തെ അല്ലാത്ത ഒരു ലൈറ്റിനെ കുറിച്ച് സൂര്യന്റെ വെളിച്ചത്താൽ ഭൂമിയിൽ പ്രകടമാകുന്ന
ഒരു പകലിനെ കുറിച്ചല്ല പറഞ്ഞിരിക്കുന്നത്. ആ പകൽ എന്ന് പറയുന്നത് ദൈവത്തിന്റെ പ്രവർത്തികൾ തുടർമംഗളമായി നടക്കുന്ന പകൽ. ഒന്ന് കൈവരും വെറുതെ പോകണ്ടല്ലോ. കടയിൽ പോയാലും ആൾക്കാർ സൗഖ്യം. ആമേൻ. ഹല്ലേലൂയ. നിങ്ങൾ എവിടെ പോയെന്ന് പറഞ്ഞാലും നിങ്ങളിലൂടെ യേശു വെളിപ്പെടും. ഇതെവിടെ കേൾക്കുന്നത്? പ്രസംഗം ഇതെവിടെ കേൾക്കാൻ അറിയില്ല. അകത്തോട്ട് കേൾക്കണം. എന്റെ കൂടെ എന്നെ ഉണ്ട്. എന്റെ കൂടെ ആരും എന്റെ കൂടെ യേശു ഉണ്ട്. അതിനോട് ഉയർത്തിക്കൊണ്ടുവരും. എന്റെ കൂടെ യേശു ഉണ്ട്. ഞാൻ എവിടെ പോയാലും ഞാൻ ഒരു വിളക്കാവും. ഞാൻ ആരോട് സംസാരിച്ചാലും ഞാൻ അവർക്കൊരു വിളക്കാവും. പേര് വിട്ടിട്ട് പേര് അപ്പുറമുള്ള കാണിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങളെ ചിന്തിക്കുന്ന കാര്യം ഇത്ര നാൾ പറഞ്ഞത് എന്റെ ഉള്ളിൽ എന്താണ് പറഞ്ഞത്? അങ്ങനെയാണ് ലാസർ എന്നാ പറഞ്ഞത്. ലാസർ എന്നാ പറയുന്നത്? ലാസർ പറയും മരണത്തിന് അപ്പുറത്തേക്ക് ഞാൻ കണ്ടിട്ട് തിരിച്ചു വന്നേക്കും. പക്ഷേ ലാസറിന്റെ ലാസറിന് പറയാനുള്ളതിനേക്കാളും ബെഥാനിക്ക് പറയാനുള്ളത്. അമ്മേ ഞാൻ കഴിഞ്ഞ ആഴ്ച വായിച്ച ഭാഗം, അവര് ശമരിയ പട്ടണത്തിൽ നിന്ന് നസ്രേത്തിലേക്ക് വരും. നസ്രേത്തുകാരൻ മൊത്തം അവിശ്വാസിയാണ്. കേൾക്കാനൊക്കെ നല്ല പേരുണ്ട് നമ്മുടെ ദേശത്ത്. പക്ഷെ റിസൾട്ട് എന്തുവാണ്? മൊത്തം അളിയന്മാരും അച്ഛന്മാരും മൊത്തം പറയുമ്പോ മൊത്തം ബന്ധുക്കാരൊക്കെയാണ്. പക്ഷെ ആർക്കും മനസ്സിലായില്ല. ആരെ മനസ്സിലായി? പറഞ്ഞു വരുമ്പോ മച്ചാനും അമ്മാവനൊക്കെയാണ്. പക്ഷെ യേശു ആരാധനയെ കുറിച്ച് അവര് പറഞ്ഞു വെക്കുന്നത് എങ്ങനെയാണ്? ആ സാച്ചന്റെ കുറിച്ച് അതിനപ്പുറത്തോട്ട് യാക്കോബ് യോസെ എന്ന് പറയുന്നവരുടെ സഹോദരൻ. അതിനപ്പുറത്തോട്ട് എന്തോ നന്നായിട്ട് കസേര പണിയാനാണ്. അതിനപ്പുറത്തോട്ട് അവര് വലുത് അറിയാവുന്ന തരത്തില്ല. പക്ഷെ തൊട്ടപ്പുറത്ത് കാണാം നസ്രേത്തിന് തൊട്ടടുത്തുള്ള സ്ഥലമാണ്. നസ്രേത്തിൽ തന്നെ ഒരു സ്ഥലമാണ്. അവിടെ അവിടുത്തെ ഒരു വീട്ടിൽ യേശു പണ്ടൊക്കെ പോയാൽ ഒരു കല്യാണത്തിന് അന്ന് ആരും അറിയാതെ വെള്ളം വീഞ്ഞ് ആരും പറഞ്ഞു. അവിടെ പറയുന്നു ഇത് വിളമ്പിയ വിരുന്നുവാഴി പോലും അത് അറിഞ്ഞില്ല. അത് വിളമ്പിയതല്ലാതെ വേറെ ആരും. അങ്ങനെ കർത്താവിനെ പറ്റും. ഈ രണ്ടാമത് യേശു അങ്ങോട്ട് പോകുന്ന ഭാഗമാണ് ഈ 4-ാം അധ്യായത്തിനകത്ത്. അത് അടയാളം. ഒന്നാമത്തെ അടയാളം കാലാവധി നടക്കുമ്പോൾ, രണ്ടാമത്തെ അടയാളം ഇതേപോലെ തന്നെ അവിടെ സംഭവിക്കും. ഞാൻ ഈ പറഞ്ഞു വന്നത് ഇത് അടയാളത്തിന്റെ സമയം. നമ്മൾ ഈ പറയുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നതിന് പിന്നിൽ ഒരു മതത്തിന്റെ സാധ്യതകളല്ല, അതിനപ്പുറത്തേക്ക് ഒരു ശക്തി വാങ്ങുകയും ഇതിന്റെ പിറകിൽ ഒരു ശക്തി വർക്ക് ചെയ്യുന്നുണ്ടെന്ന് എത്ര പേര് ഓർക്കുന്നു? എല്ലാം വല്ല ആശയം വരുന്നു, പെട്ടെന്ന് വെളിച്ചം. യു ആർ ദ മിറക്കിൾ വർക്കർ. നീ ഈ വാക്കിനെയൊക്കെ അങ്ങോട്ട് നന്നായി പിടിക്കും. യു ആർ ദ മിറക്കിൾ വർക്കർ. മിറക്കിളിനെ നിന്റെ അകത്തേക്ക് ദൈവാത്മാവ് അനുവദിക്കാൻ വേണ്ടി ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവനാണ് നീ എന്നുള്ള തിരിച്ചറിവിനകത്തേക്ക് നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ എത്രത്തോളം സെറ്റ് ചെയ്യുവോ അത്രത്തോളം നിങ്ങളുടെ മേൽ അത് സംഭവിച്ചുകൊണ്ടേയിരിക്കും. യേശു നിനക്ക് ഞായറാഴ്ച രാവിലെ ആരാധിക്കാനുള്ള ആരാധനാമൂർത്തി മാത്രമാണെങ്കിൽ അവിടെയും കിട്ടുന്ന സമയം മറ്റുള്ളതിന് ചിന്തിച്ചുകൊണ്ടിരുന്ന ഒന്നും നടക്കില്ല.
യേശു നിനക്ക് ലൈഫ് സ്റ്റൈലായി മാറട്ടെ. യേശു എന്ന നിങ്ങളുടെ വിചാര വികാരങ്ങൾക്കകത്ത് യേശുവിന്റെ വ്യക്തിത്വവും യേശുവിന്റെ പ്രഭാവവും നിറയുന്നത് പോലെ തന്നെ അവന്റെ ശക്തിയെയും കൂടെ അനുവദിക്കാനും അവന്റെ പ്രവൃത്തിയെയും കൂടെ അനുവദിക്കാനായിട്ട് തയ്യാറാക്കുക. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതിലൂടെ ഇങ്ങോട്ട് ഇറങ്ങി വരാം. ശമര്യപട്ടണത്തിനപ്പുറത്തേക്ക് ഈ അടയാളങ്ങൾ നടന്ന സ്ഥലത്തേക്ക് വീണ്ടും യേശു വരുമ്പോൾ അവിടെ ഒന്നും പറയുന്നില്ല. അവിടെ വല്ലതും പറയുന്നുണ്ടോ? ഒന്നും പറയുന്നില്ല. താൻ ചെല്ലുന്നത് ഒരു മിറക്കിളാണ്. ഞാൻ ഇന്ന് നിങ്ങളോട് വളരെ താണ് പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഒറ്റയ്ക്ക് പോകരുത്. യേശുവിനെ കൊണ്ട് എവിടെയിലേക്ക് പോകുള്ളൂ. അല്ല, ഞാൻ നിങ്ങളോട് പ്രസംഗിക്കാതെ ചോദിക്കട്ടെ, യേശു നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഒരു പ്രബോധിപ്പിച്ചിട്ടും പ്രസംഗിച്ചിട്ടും കാര്യമില്ലെന്നറിയാം, സംസാരിക്കാം. യേശു നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് നിങ്ങൾക്ക് എത്ര പേർക്ക്? കടയിൽ പോകുമ്പോഴും യേശു ഉണ്ട്. കടയിൽ പോകുമ്പോഴും എപ്പോഴും യേശു ഉണ്ട്. ഞാനിത് ഇങ്ങനെ പറയുന്നതിൻ്റെ പിന്നിലെ കാര്യം, ഒരു തുടക്കം സംഭവിക്കാൻ പോവുകയാണ്. നീ സംസാരിക്കുന്നവരുടെ മുമ്പിൽ യേശു വെളിപ്പെടാൻ പോവുക. നമ്മൾ ഈ ബൈബിളിലൂടെ വായിക്കുകയും ഞായറാഴ്ച കേൾക്കുകയും അല്ലാത്ത സമയം മറ്റ് പ്രസംഗങ്ങൾ കേൾക്കുന്ന ഇതൊരു കെട്ടുകഥയല്ല. പൗലോസ് ആ വാക്കിനെ ഉദ്ധരിച്ചേക്കുന്നത് ഇങ്ങനെയാണ്: യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച അതേ ആത്മാവ്. ഞാനത് പറയുന്നതിന് മുമ്പ് പറഞ്ഞ എത്ര പേരുണ്ട്? ഞാൻ ഒരു 2 സെക്കൻഡ് ഇടയിട്ടിട്ടാണ് പറഞ്ഞത്. നിങ്ങൾ ആരെങ്കിലും പറയുമെന്നറിയാൻ വേണ്ടിയാണ്. എല്ലാവരും ഒന്നുകൂടെ പറഞ്ഞു. യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച അതേ ആത്മാവ്. ഒരു വ്യത്യാസവും ഇല്ല. അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു കൊണ്ടുവന്ന അതേ ആത്മാവ് തന്നെ നിങ്ങളുടെ അകത്തിരിക്കുന്നത്. അതേ ആത്മാവിനെ സഭയ്ക്ക് നൽകിയിരിക്കുന്ന അടുത്ത വാക്യം പറയുന്നു: സർവ്വതും നിറയ്ക്കുന്നവന്റെ നിറവായ സഭയുടെ മേൽ ആത്മാവ് വന്നു. അത് കഴിഞ്ഞപ്പോൾ യേശു പറഞ്ഞത്, നിങ്ങൾ അതിനെ സ്വീകരിക്കാതെ നിങ്ങൾ എവിടെയും പോകരുത്. ഒരുപക്ഷെ പത്രോസിനോടും മറ്റു ശിഷ്യന്മാരോടും പറയുന്നത്, നിങ്ങളിൽ തികഞ്ഞു നിൽക്കുന്ന ഒരു ബലഹീനതയുണ്ട്. പക്ഷേ ആ ബലഹീനത ഏതായിരുന്നാലും നിന്നിലൂടെ ആ ബലഹീനത വെളിപ്പെടാതെ നീ സ്വീകരിക്കുന്ന ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തി വെളിപ്പെടാൻ പോവുകയാണ്. ആമേൻ. ഒന്ന് കൂട്ടായി ഇരുന്നു കൊണ്ട് ഈ ശക്തിയോടെ പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി സഭയെ അനുവദിക്കാൻ തയ്യാറാണെങ്കിൽ ഇതുവരെ കേട്ട എല്ലാ വാഗ്ദത്തങ്ങൾ എണ്ണി പെറുക്കാൻ പറ്റുന്ന പരുവത്തിൽ ദൈവം അതിനെ ഫുൾഫിൽ ചെയ്യും. ആമേൻ. എൻ്റെ കഴിവല്ല ഇവിടുത്തെ ലൈഫാകുന്നത്. നിങ്ങളുടെയും കഴിവല്ല ഇവിടുത്തെ ലൈഫാകാൻ പോകുന്നത്. യേശുക്രിസ്തുവിന്റെ ശക്തിയാണ്. യേശു ഇവിടെ പറഞ്ഞു വെച്ചേക്കുന്നത്, ഈ പകൽ യേശുവിന്റെ ശക്തിയുടെ പ്രദർശനശാലയാകണം. അകത്തോട്ട് കയറട്ടെ. ആമേൻ. ഈ കാലഘട്ടം ആ പകലിനകത്താ. നമുക്ക് രാവും രാത്രി ആയിരിക്കാം, പക്ഷേ യേശു പറഞ്ഞ പകലിനകത്താണ് ഞാൻ നിൽക്കുന്നത്. ആമേൻ. യേശു നിർത്തിയ പകലിനകത്താണ് നിങ്ങളെങ്കിൽ നിങ്ങളിലൂടെ അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോവുക. ഞാൻ വിശ്വാസത്തോടെ പറയുന്നു, മിറക്കിൾ ഹാർവസ്റ്റ് ചർച്ചിലൂടെ വലിയ അടയാളങ്ങൾ നടക്കുന്നത് ദേശം കാണാൻ പോവുക. അങ്ങനെ ഒരു ദിവസം ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നവർ ആത്മാർത്ഥമായി കർത്താവിനെ സ്തുതിക്കണം. നിങ്ങളുടെ മനസ്സിനെ ഉണർത്തുന്നു ഞാൻ, പക്ഷേ നിങ്ങളുടെ മനസ്സിനെ കബളിപ്പിക്കാൻ എനിക്ക് ആഗ്രഹമില്ല. അതുകൊണ്ട് വിളിച്ചു പറയുന്നു, ദൈവ അത്ഭുതങ്ങളുടെ ദൈവം. അടയാളങ്ങളെയും അത്ഭുതങ്ങളെയും ഇന്നത്തെ ആത്മീയ സമൂഹം സ്വീകരിക്കുന്ന രീതി വളരെ വ്യത്യസ്തമാണ്. ഭയങ്കര പ്രയാസമാണ്, സ്വീകരിക്കാൻ തയ്യാറല്ല അല്ലേ? ഇന്ന് രാവിലെ
പ്രയാസപ്പെട്ട് ഷേവ് ചെയ്തുകൊണ്ടിരിക്കും, ഭയങ്കര ഷേവ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ഞാൻ ഷേവ് ചെയ്യുന്നുണ്ട്, എൻ്റെ കൈ ബ്ലേഡ് ഉണ്ടെല്ലാം ഉണ്ട്, പക്ഷെ എൻ്റെ മനസ്സ് ബൈബിളിനകത്ത് ഓടിക്കൊണ്ടിരിക്കും. അപ്പൊ ചിന്തിച്ച് കാര്യം ഞാൻ പറയാം. ഞാൻ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ചിന്തിച്ച ഒരു കാര്യമുണ്ട്. യേശുവിനെ ഭൂതം എന്ന് പറഞ്ഞത്, യേശുവിന്റെ പ്രവൃത്തിയെ ഭൂതത്തിന്റെ പ്രവൃത്തി എന്ന് പറഞ്ഞവരുടെ കൂട്ടത്തിൽ ആ ലിസ്റ്റ് ഒന്ന് നിങ്ങൾ എടുത്തു നോക്കിയാൽ അത് കൂടുതലും ആത്മീയരെന്ന് പറഞ്ഞവരാണ്. ഇവൻ പത്രോസ് ഉൾക്കൊള്ളുന്ന ശിഷ്യന്മാര് വരെ പറഞ്ഞു, അവൻ കടലിന്റെ മീതെ ഒരുവൻ നടന്നു വരുന്നപ്പോൾ അവൻ ഭൂതമാണെന്ന് പറഞ്ഞു. ഇപ്പോഴത്തെ സഭയ്ക്കകത്തേക്ക് ഈ സയൻസ് ആൻഡ് വണ്ടർ, അത്ഭുതങ്ങളെയും അടയാളങ്ങളെയും സ്വീകരിക്കാനായിട്ട് തയ്യാറല്ല. ഇവിടെ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്, യേശു വചനം പ്രസംഗിച്ചു, ശമരിയക്കാര് 2 കൈയും നീട്ടി സ്വീകരിച്ചു. ശമരിയ സ്ത്രീയോട് അവര് പറയാണ്, നീ ഇനി ഞങ്ങളുടെ മുമ്പിൽ പറഞ്ഞു വലുതാകണ്ട, ഞങ്ങൾ നീ പറഞ്ഞത് കൊണ്ടല്ല, ഞങ്ങൾ നേരെ കണ്ടു രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അപ്പം യേശുവിന്റെ വചനം കേട്ട് അങ്ങനെ തൊട്ടടുത്തുള്ള പ്രദേശത്തേക്ക് ചെന്നപ്പോൾ അവിടെ യേശു ഒന്നും മിണ്ടിയില്ല. വന്നവരെല്ലാം അത്ഭുതം കണ്ടു, അവിടെ അവർ യേശുവിനെ കണ്ടു. 2 സ്ഥലല്ലേ? 1 യേശുവിന്റെ അത്ഭുതം കണ്ടു, 2 അതിനു മുമ്പ് യേശുവിന്റെ വചനം കേട്ടു. വചനം കേട്ടവരും വിശ്വസിച്ചു, രക്ഷിക്കപ്പെട്ടു. യേശുവിന്റെ വ്യക്തി എന്ന യേശുവിന്റെ വ്യക്തിക്കകത്ത് വെളിപ്പെട്ട ശക്തി കണ്ട് രക്ഷിക്കപ്പെട്ടു. അനുഭവം ആർക്കായിരിക്കും പറയാൻ കൂടുതലുള്ളത്? വചനം കേട്ടവൻ നല്ലതാണ്. നീ അവിടെ കേട്ടില്ലേലും നിനക്ക് പഠിക്കാൻ പറ്റുന്ന പാകത്തിൽ ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. പൊക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് അല്ല ഞാൻ വ്യക്തി കാണിക്കാറ്. പക്ഷേ നീ ഈ അത്ഭുതത്തെ അംഗീകരിക്കാൻ തയ്യാറാകണം. പേര് കൊണ്ടല്ല അംഗീകരിക്കേണ്ടത്. ഈ ബൈബിളിനകത്തിട്ട പേരുകൾ മൊത്തവും അവർക്ക് ചേരുന്ന പേരുകളെ ഇട്ട, ചേരാത്ത ചില പേരുകളെ ദൈവം മാറ്റുകയും ചെയ്തു, അല്ലെ? ഉബായി എന്ന് പറയുന്ന യാക്കോബിന്റെ പേര് ദൈവം എന്താക്കി? പ്രഭു, ദൈവത്തിന്റെ പ്രഭു എന്ന് പറയുന്ന ഇസ്രയേൽ എന്നാക്കി ദൈവം മാറ്റി. ആമേൻ. ഇനി പേര് മാറ്റണ്ട, പേരിലേക്ക് നിങ്ങൾ മാറിയാൽ മതി. ഓ സ്തോത്രം. അവൻ നമ്മളെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു എന്നാണ്. ഇതെന്തുവാണ് സത്യത്തിൽ ഈ പേരെന്തുവാ? ദിസ് ഈസ് ദ ഐഡന്റിറ്റി ഓഫ് ചർച്ച്. എന്ത് നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? മിറക്കിൾ ഹാർവെസ്റ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ സഭയുടെ ഐഡന്റിറ്റിക്കായി ദൈവം തന്ന പേരാണ്, അല്ലേ? സോ എന്താണ് ഐഡന്റിറ്റി? ഐഡന്റിറ്റി ഈസ് ദ നേച്ചർ. എന്താണോ സ്വഭാവം അതാണ് ഐഡന്റിറ്റി, അല്ലേ? ആണോ? അപ്പം നിങ്ങളുടെ സ്വഭാവം എന്താകണം? ഇന്ന് പകല് അത് സംഭവിക്കാൻ പോവാം. ഞാൻ ഈ പറഞ്ഞു വന്നത് ഇതൊരു പകലാണ്. ആ പകലിന്റെ അർത്ഥം വണ്ടർ, സയൻസ് ആൻഡ് വണ്ടർ നടക്കുന്ന വർഷത്തിനകത്താ, പകലിനകത്താ ദൈവം നിന്നെ നിർത്തിയിരിക്കുന്നു. അതൊക്കെ എല്ലാവരുടെയും പേര് വിളിച്ച് ഞാൻ പറയുന്നു. ഹല്ലേലൂയ. ഈ പകൽ എന്ന് പറയുന്നത് സൂര്യൻ ഉദിപ്പിച്ച വെട്ടം കൊണ്ടുള്ള പകലല്ല, അതിനേക്കാൾ വലിയ ഒരു പകലിനകത്ത് നിങ്ങളെ ദൈവം സെറ്റ് ചെയ്തിരിക്കുക. അതിനകത്തെ പകലിന്റെ പ്രത്യേകത, ഞാൻ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. ആമേൻ. ഞാൻ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. എന്നെ അനുവദിക്കുവാൻ ഒരുവൻ തയ്യാറായാൽ അവനിലൂടെ ഞാൻ പ്രവർത്തിക്കും. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ഈ പകൽ നിങ്ങളുടെ മേൽ ആ ദൈവശക്തി ശാന്തമായിരിക്കുന്നെങ്കിലും വെളിപ്പെടട്ടെ. ഇന്ന് പകൽ മറ്റൊന്നും വേണ്ട. സെറ്റ് യുവർ മൈൻഡ്. നിങ്ങളുടെ മൈൻഡ് സെറ്റ് ചെയ്യുക, നിങ്ങളുടെ മനസ്സിനെ സെറ്റ് ചെയ്യുക. ഞാൻ ഇങ്ങനെ ഒഴുക്കും മട്ടിൽ ഒഴുകാനുള്ള ആളല്ല, മറിച്ച് ഒരു പ്രത്യേക പ്രവർത്തിക്കായി ദൈവം എന്നെ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന. യേശു പറയുന്ന കാര്യമാണ്, എനിക്ക് തോന്നുന്ന പോലെ ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം ഞാൻ ചെയ്യുന്നത് മുഴുവൻ അയച്ചവന്റെ പ്രവൃത്തിയാണ്. എനിക്ക് സ്വന്തമായി പ്രവർത്തിക്കാം. ഐ ഹാവ് ആൻ അതോറിറ്റി. എനിക്ക് അതോറിറ്റി ഉണ്ട്, എനിക്കത് ചെയ്യാൻ പറ്റും. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യത്തില്ല, മറിച്ച് ഞാൻ ഒരാളുടെ പ്രവൃത്തി തികയ്ക്കാൻ വേണ്ടി ആ അയച്ചവന്റെ പ്രവർത്തിക്കായിട്ട് ഞാൻ എന്നെ സമർപ്പിച്ചിരിക്കുക.
ഞാനൊരു വാക്കൂടെ കൂട്ടിച്ചേർക്കുമ്പോൾ ഈ ഭാഗം ഒന്ന് ഫുൾഫിൽ ആകും. എങ്ങനെയാണോ പുത്രനായ കർത്താവിനെ പിതാവാം ദൈവം അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്, അതേപോലെ തന്നെ പുത്രനായ കർത്താവ് സഭയായി നിങ്ങളെ അപ്പോയിന്റ് ചെയ്തിരിക്കുക. എവിടെയാകട്ടെ നമ്മൾ എവിടെയായിരുന്നാലും എവിടെയൊക്കെ ആയിരുന്നാലും എന്നെ ആ ദേശത്ത് ആ സ്ഥലത്ത് ദൈവം ആക്കിയിരിക്കുന്നതിൻ്റെ പിന്നിൽ ദൈവത്തിന് കൃത്യമായ ഒരു പദ്ധതിയുണ്ട്. ഇത് തിരിച്ചറിയണമെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായൊരു ബന്ധം ഉണ്ടായിരിക്കണം. ആരുമായിട്ട്? കർത്താവുമായിട്ട്. ഞാൻ പറഞ്ഞ വലിയ സംഭവമൊന്നുമല്ല പറഞ്ഞു, വളരെ നിസ്സാരമായ കാര്യമാണ്, പക്ഷെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ എൻ്റെ മനസ്സിനെ അങ്ങനെ സെറ്റ് ചെയ്യണം. നമ്മൾ ആ കർത്താവുമായിട്ട് കണക്റ്റഡ് ആകാൻ നേരത്ത് മാത്രമേ ആ ഒരു അന്തരീക്ഷം നമ്മുടെ മുമ്പിൽ വെളിപ്പെടുത്തുള്ളൂ. ഞാൻ പറഞ്ഞ കാര്യം ഒന്നുകൂടെ പറയാം മറ്റൊരാശയത്തിൽ. യേശുവും ശിഷ്യന്മാരും ഒരേ വഴിയിലെ യാത്ര ചെയ്യുന്നത്, പക്ഷേ ഈ യേശുവിൻ്റെ അകത്തൂടെ സംഭവിക്കുന്ന കാര്യങ്ങളല്ല ശിഷ്യന്മാരുടെ ഉള്ളിലൂടെ സംഭവിക്കുന്നത്. പക്ഷേ യേശുവിൻ്റെ മരണപുനരുത്ഥാനത്തിന് ശേഷം ആ സമയത്ത് യേശുവിൻ്റെ അകത്തൂടെ എന്തൊക്കെ ഓടിയോ അതെല്ലാം ശിഷ്യന്മാരുടെ അകത്തൂടെ ഓടി. അപ്പൊ ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം എന്താണോ ആ പകലിനകത്ത് ദൈവം വെളിപ്പെടുത്താൻ ആഗ്രഹിച്ചത് അത് നിങ്ങളിലൂടെയുള്ള ദൈവപ്രവൃത്തിയായി തീരും. ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടിൽ എന്തോ പ്രയാസം ഉണ്ടായതിൻ്റെ പേരിൽ ആ വിഷയത്തിനൊരു വിടുതലുണ്ടാകാനും എൻ്റെ കുഞ്ഞുങ്ങൾക്കൊരു നല്ല പഠിത്തം കിട്ടാനും ഒക്കെ ആയിരിക്കാം മിറക്കിൾ എന്ന പേര് കണ്ടിട്ട് ഇതിനകത്തേക്ക് വന്നത്. പക്ഷെ കർത്താവ് നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അത് മാത്രമല്ല, കർത്താവ് നിങ്ങളുടെ ആകമാനം ഒരു വ്യത്യാസം ഇടാൻ ആഗ്രഹിക്കുന്നു. ചിലരുടെ ഒരു ആഗ്രഹം, ചിലരുടെ ഒരു വിശ്വാസം, ഞാൻ ഓട്ടോ ഡ്രൈവറാണ്, ഞാൻ ഡ്രൈവർ മാത്രമാണ്, ഞാൻ ഒരു എഞ്ചിനീയർ മാത്രമാണ്, ഞാൻ ഒരു ഇലക്ട്രീഷ്യൻ മാത്രമാണ്, ഞാൻ ഒരു ഷോപ്പിൽ നടത്തുന്നത് മാത്രമാണ്, ഞാൻ ഒരു മേസ്ത്രി മാത്രമാണ്. നോ, അത് നിങ്ങളുടെ താൽക്കാലിക ജോലി മാത്രമാണ്. നീ ദൈവത്തിൻ്റെ പുരുഷനാണെന്നുള്ളതാണ് ഏറ്റവും വലുത്. ഹല്ലേലൂയ. ഞാൻ അവിടെ പറഞ്ഞതുകൊണ്ട് നിങ്ങളൊരു സാധാരണ വീട്ടമ്മ മാത്രമായി ഒതുങ്ങരുത്. നിങ്ങൾ വീടിനകത്തെ അടുക്കളയിൽ മാത്രം നിൽക്കുന്നവരാണെങ്കിലും നിങ്ങൾ കർത്താവിനെ അനുവദിക്കാൻ തയ്യാറായാൽ അതിനകത്ത് ദൈവത്തിന്റെ പ്രവൃത്തി ഉണ്ടാകും. ഹല്ലേലൂയ. എൻ്റെ അകം ഇങ്ങനെ തുള്ളും, നന്നായി നന്ദി കൊണ്ട് ആനന്ദിക്കുന്നു ഈ പകൽ. കാരണം ഒരു ലൈഫ് നമുക്ക് വേണ്ടി ദൈവം തുറക്കാൻ പോകും. ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം, എൻ്റെ മനസ്സിലൂടെ വരുന്ന ഒരു കാര്യം, അത് എനിക്കത് പുറത്തോട്ട് പറയാൻ പറ്റുന്നില്ല, എങ്കിലും അതിൻ്റെ തുടക്കം ഞാൻ ഇട്ട് തരാം. ഈ ലാസർ ഇനി ചെന്നിട്ട് വലിയ കാര്യങ്ങളൊന്നും പറയണ്ട, ഞാൻ ഇങ്ങനെ ദീനം പിടിച്ചു കടന്നെന്ന് പറയണോ? ദീനം പിടിച്ച് 4 ദിവസം കടന്ന് പറയാണ്, ഞാൻ ചീഞ്ഞഴുകി അവിടെ കിടന്ന്. പുള്ളി ചെല്ലുമ്പോൾ തന്നെ മരിക്കാൻ നിൽക്കുന്നവൻ ഇറങ്ങി ഓടും. മനസ്സിലായോ? ഞാൻ പോകും, എൻ്റെ അകത്ത് കിടക്കുന്ന സംഭവം മനസ്സിലായി. അവിടെ പോയി ഒരു മൈക്ക് എടുത്തിട്ട്, ഞാൻ എൻ്റെ പേര് ലാസർ എന്നായിരുന്നു, ഞാൻ എൻ്റെ യേശുവിൻ്റെ സ്നേഹിതനായിരുന്നു, യേശു വന്നില്ല, 4 ദിവസം കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ നാറ്റം വെച്ച് കല്ലറയ്ക്കാം. ഈ സാക്ഷ്യത്തിൻ്റെ ആവശ്യമുണ്ടോ? സാക്ഷ്യം പറഞ്ഞു, കുഴപ്പമില്ല. അത്ര നേരം അവൻ്റെ അകത്തിരിക്കുന്ന ഭൂതം വെയിറ്റ് ചെയ്യത്തില്ല, പുള്ളി ഇറങ്ങി ഓടും. കാരണം അത്രത്തോളം ഒരു മഹത്വം എവിടെ കിടപ്പുണ്ട്. അതാണ് അടയാളങ്ങളെന്ന് പറഞ്ഞ്. ഒന്ന് ചെറുതായിട്ട് സംഭവിച്ചാൽ മതി, പിന്നെ നീ കൂടുതൽ പരസ്യമൊന്നും കൊടുക്കണ്ട. ഞാനിവിടെ കിടന്ന് കാറിക്കാർ പ്രസംഗിച്ചിട്ടും അധികം ആൾക്കാരൊന്നും കേൾക്കുന്നില്ല, പക്ഷെ ഒരൊറ്റ മിറക്കിൾ ഇവിടെ നടന്നാൽ മതി. എന്നെ പിന്നെ ഇവിടെ കിട്ടത്തില്ല, നിങ്ങൾക്ക് നിങ്ങളെ കിട്ടത്തില്ല. ഹല്ലേലൂയ. അത് സംഭവിക്കാൻ പോവാണ്. ഞാൻ ഈ ശാന്തമായി പറയുന്നെങ്കിലും പരിശുദ്ധാത്മാവിടെ ശക്തിയോടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിന്റെ അവസാനം ഒരു കത്തലുണ്ടാകും. ഞാൻ ആത്മാവിൽ പറയുന്നു, നിന്നെ ആള് മാറ്റുന്ന ഒരു അഭിഷേകം നിന്റെ അകത്ത് വെളിപ്പെടും. ആമേൻ. നമ്മളിങ്ങനെ പല കാര്യങ്ങൾക്കൊക്കെ ഒതുങ്ങി കുടിക്കൊണ്ടിരിക്കുക. അതിന്റെ അകത്ത് കിടക്കുന്ന അഭിഷേകത്തിന്റെ തിരിച്ചറിവ് നിങ്ങളെ അകത്തേക്ക് കയറിയാലുണ്ടല്ലോ, ഹല്ലേലൂയ. ഈ ശിംശോന്റെ ലൈഫ് സ്റ്റൈൽ നിങ്ങൾക്ക് കൊണ്ടുവരാം. വലിച്ച് കീറി ഹല്ലേലൂയ ചിലതിൻ്റെ മേൽ ആധികാര്യം പ്രഖ്യാപിക്കുന്ന ഒരു അഭിഷേകത്തെ നിങ്ങൾക്ക് പ്രദർശിപ്പിക്കാൻ പറ്റും. ആമേൻ. ഹല്ലേലൂയ. എനിക്ക് പകലിൽ നിന്ന് ഈ കാലഘട്ടം യേശു ക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവിൻ്റെ രഹസ്യ പ്രത്യക്ഷത വരെയുള്ള സമയം ആ പകലാണ്.
ഇനി അന്ത്യകാലഘട്ടം നിന്നോ ദ പീരീഡ് ഓഫ് ചർച്ച് എന്നൊക്കെ വിളിക്കും. പക്ഷെ യേശു അതിനിട്ട പേരാണ് പകൽ. പകലിന്റെ പ്രത്യേകത പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കും. ഞാനൊരു ചെറിയ കാര്യം പറഞ്ഞു വരുന്നത്. പകലിന്റെ പ്രത്യേകത ആർക്കും തടുക്കാൻ പറ്റാത്ത പ്രവൃത്തി പുറത്തു കൊണ്ടുവരാൻ യേശു റെഡിയായിട്ട് നിൽക്കുക. ഈ കാലഘട്ടത്തിനകത്ത് യേശുവിന്റെ സ്ഥലം എന്ന് പറയുന്നത് പിതാവിന്റെ വലത്ത് ഭാഗത്താണ്. എന്തിനാ? ആരെനിക്ക് വേണ്ടി ഭൂമിയിൽ നിൽക്കും, അവന് വേണ്ടി ഞാൻ നിൽക്കും. കഴിഞ്ഞ ദിവസം ഒരു കാര്യം പറഞ്ഞു, യേശുവിനെ നിങ്ങൾ ഏറ്റു പറഞ്ഞാൽ യേശു നിങ്ങളെ ഏറ്റു പറയും. ആമേൻ. പിള്ളേർ നിങ്ങൾ കേൾക്കുന്നുണ്ടോ? നാണം വിചാരിക്കരുത്. 1-2 പ്രാവശ്യം പറഞ്ഞ എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, ഇവിടെ അതേപോലെ ജിനോമോൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലും ഞങ്ങൾ കട്ടപ്പനയിൽ നിന്ന് യാത്ര ചെയ്ത് വരിക. അപ്പം ഞങ്ങളുടെ ഇടയിൽ ആളങ്ങ് കയറി നിറഞ്ഞ്, പുറയിൽ കുറച്ച് സീറ്റുണ്ട്. ഇവൻ ഫ്രണ്ടിൽ നിന്ന്, ഞാൻ ഫ്രണ്ടിൽ ഇരിക്കുക, ഡ്രൈവറിൻ്റെ ഇപ്പറേ സീറ്റ് ഉണ്ടല്ലോ. ഇവൻ എന്നെ നേരെ പുറകിൽ ഇരുന്നവൻ ഏറ്റവും പുറകിൽ പോയിരുന്നു. എന്നിട്ട് വണ്ടി എടുക്കുന്നതിന് മുമ്പ് വിളിച്ചു പറയണേ, അച്ഛാ നമ്മുടെ യേശു എന്നെ യേശു അല്ലേ. അവൻ അവിടെ നിന്ന് വിളിച്ചു പറയാണ്. അവൻ ആരോടും അല്ല പറയുന്നത്, എന്നോടാ പറയുന്നത്. വെറുതെ പറയാ, കേക്കട്ടെ അല്ലേ. എനിക്കത് കേട്ടപ്പോൾ ചെറിയൊരു നാണം തോന്നി. എങ്കിലും ഞാൻ അവനെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്ത്. കാര്യം അവൻ്റെ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എങ്ങനെയും യേശുവിനെ കുറിച്ച് ഇതിനകത്തിരിക്കുന്ന ആൾക്കാർ ഒന്ന് കേൾക്കണം. മതി മതി മതി, അത് മതി. അവൻ പറഞ്ഞ കാര്യങ്ങളാണ്. നമ്മുടെ യേശു എന്നെ സൂപ്പർ അല്ലേ, ഇങ്ങനെയെങ്കിലുമൊക്കെ നമുക്കൊന്ന് പറയാൻ പറ്റിയാൽ. ഈ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞല്ലോ, ഒരു ഫാമിലിയെ കുറിച്ച് പറഞ്ഞല്ലോ. അവർ ഇന്നലെ ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അവരുമായിട്ട് ഞങ്ങളെ ബന്ധിപ്പിക്കുന്നത് എൻ്റെ 2ാമത്തെ മോളാണ്. അവരും ഒരു ചർച്ചിൽ ഈ കുറച്ച് നാൾ പോയിട്ട് പോകാതിരുന്ന കാര്യം, ആ കുഞ്ഞിനോട് എൻ്റെ മോള് സംസാരിക്കുന്ന സംസാര ഭാഷയാണ് ആ ഫാമിലിയെ നമ്മളുമായിട്ട് ബന്ധിപ്പിക്കുന്നത്. ഇത് ഞാനുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ലൈഫിനകത്ത് ഒത്തിരി നന്മകൾ ഒഴുകി. അവർക്ക് ഒരുപാട് നാളുകളായിട്ട് ജോലിയില്ലാതെ ഇരിക്കുകയായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വിദേശയാത്രയ്ക്കായിട്ട് ലൈഫ് തുറന്നു. ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ പലർക്കും ഒരു മറുപടിയാണ്. നിങ്ങൾ പലരുടെയും ലൈഫ് തുറക്കുന്നവനാണ്. എന്തുകൊണ്ടെന്നാൽ നീ യേശുവിൻ്റെ മുമ്പിൽ കൊണ്ട് നടക്കുന്നവനാണ്. ആമേൻ. ഞാൻ ഈ ഭാഗത്തേക്ക് ഈ ഒരു 9-ാം അധ്യായത്തിനകത്തേക്ക് 1-2 കാര്യങ്ങൾ പറഞ്ഞിട്ട്, 1-2 കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ഈ മിറക്കിൾ തുടങ്ങുന്നതിന് മുമ്പ് യേശുവിൻ്റെ അടുക്ക് വന്ന് ചോദിക്കുകയാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് അവരുടെ ഒരു കൺസെപ്റ്റ്. ഇവിടെ യേശു പറയുന്നത്, അവരുടെ ഒരു ചിന്ത, ഇതെല്ലാവരും കേൾക്കണം, പിള്ളേർ ഉൾപ്പെടെ കേൾക്കണം. ഈ രോഗത്തിന്റെ പിന്നിൽ ഒരു ശാപമുണ്ട്, അല്ലെങ്കിൽ ഒരു പാപമുണ്ട്. ഏതാണ് ഇവരുടെ കൺസെപ്റ്റ്? ഇത് ന്യായപ്രമാണത്തിലൂടെ ഇവരുടെ ഉള്ളിലേക്ക് വന്ന ഒരു ചിന്തയാണ്. കാരണം മിസ്രൈമിൽ നിന്ന് അവർ ഇറങ്ങിത്തിരിച്ച് ലഭ്യമായ ന്യായപ്രമാണത്താൽ ഇവർ മുമ്പോട്ട് നടന്ന കാലഘട്ടത്തിൽ ഇവരുടെ ഇടയിൽ രോഗികളില്ലായിരുന്നു. ഇവരുടെ ഇടയിൽ ഇല്ലായിരുന്നു. പിന്നീട് ഇവർക്ക് സംഭവിച്ച അപാകതകൾ നിമിത്തമാണ് രോഗങ്ങൾ ഉണ്ടായത് എന്ന് ഒരാശയം പരക്കപ്പെടുന്നുണ്ട്. അതിൻ്റെ വെളിച്ചത്തിൽ യേശുവിൻ്റെ അടുക്കൽ വന്ന ശിഷ്യന്മാർ ചോദിക്കുകയാണ്, ഈ മനുഷ്യൻ ഇങ്ങനെ ആയിത്തീർന്നതിൻ്റെ പിന്നിൽ ആരുടെ പാവമാണ്? ആരുടെ? വളരെ ശാന്തമായിട്ട് പ്രസംഗിക്കുന്ന, വളരെ കൃത്യം, എല്ലാവരും ശ്രദ്ധിച്ചോ. യേശു പറയാണ്, ഇത് അവൻ്റെ അപ്പൻ്റെയോ അമ്മയുടെയോ പാപം കൊണ്ടല്ല, മറിച്ച് ദൈവപ്രവൃത്തിക്ക് വേണ്ടിയാണ്. ആമേൻ. 2 ആശയങ്ങൾ അതിനകത്തുണ്ട്. 2ാമത്തെ ആശയം ഞാൻ ആദ്യം പറയട്ടെ. നമുക്ക് പലതും ദൈവത്തെ അംഗീകരിച്ച് അനുസരിച്ച് മുന്നോട്ട് യാത്ര തിരിച്ചിരിക്കുന്ന നമുക്ക്
പലതും ലൈഫിൽ കയറി വരുന്നത് ശാപം കൊണ്ടല്ല, മറിച്ച് ദൈവമഹത്വം വെളിപ്പെടാണ്ട്. ഇത് സഭ അംഗീകരിച്ചേ പറ്റുള്ളൂ. കാരണം ഈ അംഗീകാരത്തിനകത്ത് സാധാന്യമായ ഒരു കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിനകത്തേക്ക് വെളിപ്പെടത്തില്ല, മറിച്ച് ദൈവികത മാത്രമേ നടക്കിലാകത്തുള്ളൂ. നിനക്ക് പലതും ലേറ്റ് ആയത് ദൈവപ്രവൃത്തിക്ക് വേണ്ടിയാ. അമേൻ, അമേൻ, അമേൻ. അതാണ് ആദ്യം പറഞ്ഞു തുടങ്ങിയത്. ഹന്നയ്ക്ക് ശമൂവേൽ ലേറ്റ് ആയി കിട്ടിയതിന്റെ പിന്നിലെ കാരണം ആ മധുരം ഒന്നുകൂടെ കൂടാൻ വേണ്ടിയാ. അമേൻ. സത്യത്തിൽ അവളുടെ ഉദരം അടഞ്ഞിരുന്നെന്ന വചനം പറയുന്നത്. സത്യത്തിൽ അവരുടെ ലൈഫിനകത്ത് ആ വിഷയം സംബന്ധിച്ച് എൽക്കാന എന്ന തൻ്റെ ഭർത്താവിന് പോലും തന്നെ ആശ്വസിപ്പിക്കാൻ കഴിഞ്ഞില്ല. എൽക്കാനയുടെ വാക്ക് ഏതാണ്? 10 പുത്രന്മാരെക്കാൾ ഞാൻ സുന്ദരനും സ്നേഹിതനുമാണ് നിന്റെ. എന്നിട്ടും അവളുടെ മനസ്സിന് സന്തോഷം കൊടുക്കുവാൻ അവൻ കഴിഞ്ഞില്ല. കാരണം എന്നാണെന്നറിയോ? അവളിൽ നിന്നൊന്ന് പുറത്തു വരാതെ അവൾക്ക് സന്തോഷം ഉണ്ടാകില്ല. ആമേൻ. അവളുടെ പ്രതിയോഗി അവളെ കളിയാക്കിയത്, കുശുമ്പ് പറഞ്ഞത്, അവളെ നിന്ദിച്ചത്, പ്രത്യേകിച്ച് ന്യായപ്രമാണം എന്ന നിയമം പറയുന്നു പുത്രോത്പാദനത്തിന് ശക്തിയില്ലാത്ത സ്ത്രീ അവൾ ശപിക്കപ്പെട്ടവളാണ്. എനിക്ക് തോന്നുന്നു ശപിക്കപ്പെട്ടവളെന്ന് വിളിച്ചു കാണണം. ആ വിളിയായിരിക്കണം അവളെ നോവിപ്പിച്ചത്. പക്ഷെ എപ്പോഴാണ് അവൾ സമർപ്പിച്ചത്? ആ സമർപ്പിച്ചപ്പോൾ കൊടുത്ത നേർച്ച നിവർത്തിക്കാൻ അവളുടെ മനസ്സിനെ വിട്ടുകൊടുത്തപ്പോൾ ദൈവം അവളുടെ കൂടെ ഇടപെട്ടു എന്നാണ് കിടക്കുന്നത്. ഞാൻ അവിടെ നിശ്ചയമായി പറയും, ഹല്ലേലൂയ, അതിൽ ലേറ്റ് ആയത് വലിയൊരു മഹത്വം വെളിപ്പെടേണ്ടതിനായി. അവിടെ ഒരു കാലത്തെക്കുറിച്ച് ചെയ്തിട്ടുണ്ട്. ദാൻ മുതൽ ബേർശേബ വരെ. എന്താണ് ഇത്? അതിരുകളാണ്. ഇതേ ദാൻ മുതൽ ഇതൊരു അതിരാണ്. ഈ അതിരുകൾക്കകത്ത് വിശ്വസ്ത പ്രവാചകൻ, വിശുദ്ധ ന്യായാധിപൻ എന്ന പേരിലേക്ക് ഹല്ലേലൂയ ആ മനുഷ്യൻ ഉയർന്നു പൊങ്ങിയതിന്റെ പിന്നില് ഹല്ലേലൂയ ഇതൊരു ദൈവപ്രവൃത്തിയാണ്. ആമേൻ, ആമേൻ. ശമൂവേൽ എന്ന പ്രവാചകൻ, ആ ലേറ്റായ മനുഷ്യന്റെ കുറിച്ചുള്ള ദൈവപദ്ധതികൾ, ഇസ്രയേലിന്റെ രാജാക്കന്മാരെ അവരുടെ പരിമിതികൾക്കകത്തുനിന്ന് ഉയർത്തിക്കൊണ്ടുവരുവാൻ ദൈവം മറച്ചിട്ട ദൈവശബ്ദമായിരുന്നു ശമൂവേൽ. ദൈവശബ്ദം ഭൂമിയിൽ ഇല്ലായിരുന്ന കാലഘട്ടത്തിൽ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചു പറയാൻ പറ്റുന്ന മനുഷ്യനായിരുന്നു. ആമേൻ, ആമേൻ. ഞാൻ അദ്ദേഹത്തെ വ്യക്തിപരമായി അവരുടെ ദേശവുമായി ബന്ധപ്പെട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ വാക്കേ ഉള്ളൂ: ആരും പിടിക്കാത്ത കാര്യത്തേക്ക് ഇവൻ ഒറ്റയ്ക്ക് പിടിക്കും. ആമേൻ, ഹല്ലേലൂയ. സത്യത്തിൽ ന്യായാധിപതി, സത്യത്തിൽ ഹല്ലേലൂയ ആ ദേശത്തിലെ പുരോഹിതൻ ഏലിയാണ്. ഏലിക്ക് കിട്ടാത്ത ശബ്ദം ആർക്കുണ്ട്? നിങ്ങളാണ്. നിങ്ങൾ അങ്ങനത്തെ ഒരാളാണെന്ന് ഞാൻ പറഞ്ഞാൽ അത് സ്വീകരിക്കാൻ തയ്യാറാണോ? ആമേൻ. അതാണ് ഞാൻ പറഞ്ഞു വന്ന വാക്യം. ഇത് ലേറ്റ് ആയതിന്റെ പിന്നിൽ ദൈവമഹത്വം വെളിപ്പെടേണ്ടതിനാണ്. ഇതൊരു ശാപം കൊണ്ടല്ല എന്ന് പറഞ്ഞ് നിങ്ങളുടെ വീട്ടിലെ സംഭവങ്ങൾ, ഇത് വചനമാണ്, പക്ക വചനമാണ്. വചനത്തെ നിങ്ങളുടെ മുമ്പ് ഞാൻ റിലീസ് ചെയ്യുകയാണ്. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിന്റെ അനുഭവങ്ങൾക്കകത്ത് പലതും ഹല്ലേലൂയ അല്പം ലേറ്റായി നിൽക്കുന്നുണ്ടെങ്കിൽ, എന്തോ പ്രയാസമായി നിൽക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് വെളിപ്പെട്ട വചനത്താൽ അതിനോട് ഞാൻ ആത്മാവിൽ പ്രതികരിക്കുന്നു. ഹല്ലേലൂയ. ആ വിഷയം സംബന്ധിച്ച് നീ കേൾക്കാത്തത്, കാണാത്തത് ലഭിക്കത്തില്ലെന്ന് നീ ഹൃദയം കൊണ്ട് വിശ്വസിച്ചത് നിന്റെ വീട്ടിനകത്തേക്ക് കയറി വരും. ഇതൊരു പ്രവചന ശബ്ദമായി സഭയോട് പറയുന്നു. ഹല്ലേലൂയ. നിന്റെ വീട്ടിനകത്ത് അത് സംഭവിക്കും. നീ ആ വീട്ടിൽ നിന്ന് അതിനെ പുറത്തു കൊണ്ടുവരും. ദേശത്ത് അത് വലിയ സമ്പത്തായി മാറും. ആമേൻ. ശിഷ്യന്മാരുടെ ചിന്തയ്ക്കകത്ത്, കണ്ടു നിന്നവരുടെ ചിന്തയ്ക്കകത്ത് വെളിപ്പെട്ടു. അവന്റെ അപ്പന്റെ അമ്മയുടെയും പ്രവൃത്തി ദോഷം കൊണ്ട് വന്ന ഒരു സംഭവമല്ല, മറിച്ച് ഇത് ദൈവത്തിന്റെ പ്രവൃത്തിക്കാണ്. ഇതാണ് ഒന്നാമത്തെ ആശയം. രണ്ടാമത്തെ ഭാഗം ഇതാണ്. നിശ്ചയമായും ബൈബിൾ നമ്മോട് പറയുന്നു, തലമുറകളുടെ പാപങ്ങൾ അടുത്ത തലമുറകളിലേക്ക് ശാപമായി വെളിപ്പെടാനൊരു ചാൻസ് ഉണ്ട്. എന്തുണ്ട്? 4-ാം തലമുറയോളം, 4-ാം തലമുറ വരെ എന്തു ചെയ്യണം? ശാപങ്ങൾ കണക്കിട്ടതായി കാണുന്നു. അബ്രഹാമിന് സംഭവിച്ച അപാകത
ഈ 4-ാം തലമുറ വരെ ആ ജനത്തെ പിന്തുടരുകയും 4-ാം തലമുറയ്ക്കാണ് ഒരു സ്വാതന്ത്ര്യം ഉണ്ടാകാനിടയായി തീർന്നത് ആരാധനയോട് ബന്ധപ്പെട്ട്, അല്ലേ? അപ്പം 4-ാം തലമുറ വരെ ഒരു ശാപത്തിനകത്തേക്ക് കടക്കാനുള്ളൊരു ചാൻസ് ഉണ്ട്. ഇനി അങ്ങനെയാണെങ്കിൽ പോലും ഇന്ന് വചനത്തിലൂടെ പറയുന്നു, യേശുവിൻ്റെ അടുക്കൽ വരുന്നവന് വിടുതലുണ്ട്. അവന്റെ മുമ്പിൽ ശാപങ്ങൾ നിൽക്കത്തില്ല. അവന്റെ മുമ്പിൽ ശാപങ്ങൾ നിൽക്കത്തില്ല. അവന്റെ മുമ്പിൽ ശാപത്തിന്റെ ഭാണ്ഡങ്ങൾ തുടരത്തില്ല. ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന ഇപ്പൊ ഇരിക്കുന്ന എല്ലാവരും ഒന്ന് ദൈവത്തിനെ ഏൽപ്പിച്ചു പറഞ്ഞാട്ടെ, ഏതെങ്കിലും പിന്തുടർച്ചകൾ, അത് രോഗമാകട്ടെ, നിന്റെ ശരീരം, ഞാൻ അതിനെ ആത്മാവിൽ ഡിക്ലെയർ ചെയ്യുന്നു, ഹല്ലേലൂയ, നിന്നിലൂടെ നിന്റെ നിന്നിലേക്കോ തുടരാത്ത രീതിയിൽ ദൈവം ഇന്ന് പകൽ അതിനെ കട്ട് ചെയ്ത് ഒരു സ്വാതന്ത്ര്യം നിന്റെ മേൽ അയക്കുകയാണ്. എന്നെ സ്വീകരിക്കുക. യേശുവിന്റെ നാമത്തിൽ അതിനെ സ്വീകരിക്കുക. ചില സ്വഭാവങ്ങളുടെ പിന്തുടർച്ചകൾ തലമുറകളിലേക്ക് എത്തിയത് ഇന്ന് രാവിലെ ഞാൻ ആത്മാവിൽ എന്നെ ബ്രേക്ക് ചെയ്യുന്നു. ആമേൻ. ഞാൻ എന്താണ് പറഞ്ഞു വരുന്നത്? യേശുവിന് ശാപങ്ങളെ മുറിക്കാനുള്ള ശക്തിയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ മെസ്സേജിന്റെ അടുത്ത ആക്ട് എന്തുവാ? യേശുവിന്റെ പ്രതിനിധികളായ നിങ്ങൾക്കും യേശുവിനാൽ ഇന്ന് സംഭവിക്കുന്ന ശാപങ്ങളെ മുറിക്കാനുള്ള അധികാരം കൈമാറിയിട്ടുണ്ട്. എന്താണ് ഞാൻ പറയുന്നത്? നിന്റെ അയലോക്കത്തുള്ള വീട്ടിൽ നരക ജീവിതം അനുഭവിക്കുന്നവന്റെ അനുഭവത്തെ ബ്രേക്ക് ചെയ്യാനുള്ള അഭിഷേകം നിന്റെ മേൽ പകരപ്പെട്ടിട്ടുണ്ട്. ജനത്തിന് ഇത് ഏറ്റെടുക്കുക സഭ. ഹല്ലേലൂയ. നിന്റെ മുമ്പിലൂടെ നടന്നു പോകുന്ന മനുഷ്യൻ ഊമനായോ രോഗത്താൽ ബാധിക്കപ്പെട്ടോ ആയിരിക്കുന്നെങ്കിൽ യേശുവിന്റെ നാമത്തിൽ അതിനെ ബ്രേക്ക് ചെയ്യാനുള്ള അധികാരം നിന്റെ മേലുണ്ട്. 5 വർഷം കൊണ്ട് പഠിച്ചെടുത്ത വൈദ്യ ഉദ്യോഗം ഒരു ഡോക്ടർ നടപ്പിലാക്കുമ്പോൾ അവൻ കൊടുക്കുന്ന മരുന്ന് കൊണ്ട് രോഗി സൗഖ്യമാകുമ്പോൾ തിരിച്ചറിയണം, അതിന് മുന്നേ ദൈവം പകർന്ന ഒരു അഭിഷേകം നിന്റെ അകത്ത് കിടപ്പുണ്ട്. ആമേൻ. നമ്മൾ ആ ശുശ്രൂഷ ഇവിടെ ചെയ്യണം. ഹല്ലേലൂയ. ശാപക്കെട്ടുകൾക്കകത്ത് കെട്ടപ്പെട്ട് നടക്കുന്നവന്റെ ലൈഫിനെ പുറത്തേക്കിറക്കാൻ ദൈവം അപ്പോയിന്റ് ചെയ്ത, പകലിനകത്ത് അപ്പോയിന്റ് ചെയ്ത മനുഷ്യനാണ് നീ. യേശുവിന്റെ നാമത്തിൽ. ഇത് ബഹളം വേണ്ട, ഇന്ന് ബഹളം വെക്കണ്ട. നിങ്ങൾ 2 പേരെ സൗഖ്യമാക്കിയാൽ മതി. ഇതിനകത്ത് ഒത്തിരി ബഹളം വേണ്ട. ഹല്ലേലൂയ. ഒരുത്തനെ ഇന്ന് ഒരാളെ നിങ്ങൾ ഒന്നാത്മാവിൽ പ്രഖ്യാപിച്ചാൽ മതി. സോ വി ഷുഡ് പ്രാക്ടീസ്. ഇത് പ്രാക്ടീസ് ചെയ്യണം. സഭ പ്രാക്ടീസ് ചെയ്യണം. പിന്നെ എങ്ങനെ മിറക്കിൾ നടക്കും? വീട്ടിലിരുന്ന് ഉമ്മായിരിക്കുമ്പോൾ പറയണമെന്ന് പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്യണം. ആരെ പ്രാക്ടീസ് ചെയ്യണം? യേശുവിന്റെ ലൈഫ്. എന്തിനാണെന്നോ ഈ സുവിശേഷം 4 എഴുതി വെച്ചേക്കുന്നത്? നീ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയാ. ഇത് പ്രാക്ടീസ് ചെയ്യാൻ 2 പേർ ഒരുങ്ങിയപ്പോഴാണ് 40 വർഷം ഇരുന്ന് നിറങ്ങിയവനെ വലിച്ചു പൊക്കിയത്. അവന്റെ പാരമ്പര്യം ഇച്ചിരി കട്ടിയ കേട്ടോ. അവൻ പറയുന്നത് ഞാൻ അമ്മയുടെ ഉദരത്തിൽ നിന്ന് ഇങ്ങനെയാണെന്ന്. ഇതിവിടെ വിഷയമില്ല. ഈ അഭിഷേകത്തിന് ഇതൊരു വിഷയമല്ല. നീ അമ്മയുടെ ഉദരത്തിൽ നിന്ന് വന്നപ്പോഴോ സംഭവിച്ചു കഴിഞ്ഞ ശേഷമോ ഞങ്ങളിൽ ഇരിക്കുന്ന സാധനം അത്രത്തോളം വലുതാണ് എന്നുള്ള തിരിച്ചറിവിലേക്ക് സഭ എന്ന് മാറി ചിന്തിക്കുന്നുവോ അന്ന് നീ ഒരു മിറക്കിളാ. ജൂഡാമാന ധരമന ഖലമര ദലഗദര ഗദാര ബലഗശ്യ അൽഗമാര ഗത്തല പ്രഭാദിയ നംക്ഷപ്രഭാദിയ. എന്നോട് പരിശുദ്ധാത്മ പറയുന്നു, പിരിഞ്ഞ ബന്ധങ്ങൾ, കുടുംബ ബന്ധങ്ങൾ, ശിഥിലമായ കുടുംബ ബന്ധങ്ങൾക്കകത്ത് ദൈവിക ബന്ധങ്ങൾ സ്ഥാപിക്കാൻ വേണ്ടി ദൈവം നിന്നെ ഉപയോഗിക്കാൻ പോവാ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. വലിയ വെളിപ്പാട് പറയുന്നതിനേക്കാൾ യേശുവിന്റെ നാമം എടുത്ത് ഉപയോഗിക്കാനുള്ള അധികാരം നമുക്ക് പ്രാപിച്ചിരിക്കണം. യേശുവിന്റെ നാമത്തിലുള്ള വിടുതലിന്റെ ശ്രേഷ്ഠത എന്താണെന്ന് മറന്നു പോകാത്തൊരു ഹൃദയം നമുക്കുണ്ടായിരിക്കണം. ഒരു മനുഷ്യൻ നരകിക്കാൻ നേരത്ത്
പിന്നീട് വന്ന് സഹായിക്കാന്ന് പറയല. നോ, ആറ്റ് പ്രസന്റ് ഇതൊരു വെളിച്ചത്തിന്റെ കാലഘട്ടം, ഒരു പകലിന്റെ സമയമായതുകൊണ്ട് ഇത് അവന്റെ വിടുതലിന്റെ ദിവസമാണെന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ അപ്പോൾ എഴുതണം. കേൾക്കുന്നുണ്ടോ? ആരാണ് മനുഷ്യൻ? ആദം. ആദാമിനെ പാപം ചെയ്യാൻ നിർബന്ധിച്ചാരാ? ഹവ്വ. ഓക്കെ, ശരിയല്ലേ? ഹവ്വയെ പാപം ചെയ്യാൻ നിർബന്ധിച്ചാരാ? ഓക്കെ. ഇതിന്റെ നേരെ ഒരു തിരിച്ചു പറച്ചിലുണ്ട്. അതെവിടെയാണെന്നറിയോ? ദൈവം വരുക. ദൈവം വന്നു. ദൈവം വന്നിട്ട് ആദമിനോട് ചോദിക്കുകയാണ്, ആദമേ നിനക്ക് എന്നാ സംഭവിച്ചേ? ഞാൻ നഗ്നനാകൊണ്ട് മറഞ്ഞിരിക്കുന്നു. ആരാ നീ നഗ്നനാന്ന് പറഞ്ഞേ? നീ എനിക്ക് കൂട്ടായി തന്ന ഹവ്വ എന്നെ പാപം ചെയ്യാൻ, മൊത്തത്തിൽ പാപം ചെയ്യാൻ നിർബന്ധിച്ചു. ഞാൻ കഴിച്ചു, ഞാൻ നഗ്നനായി. ദൈവം നേരെ ഹവ്വയോട് തിരിയുകയാണ്. ഹവ്വ പറയുകയാണ്, എൻ്റെ കുഴപ്പമല്ല ഇത്, ഞാനവിടെ വെറുതെ ഇരുന്നാണ്. ഈ പാമ്പ് ആരടാ? പാമ്പ് ആരുടെ മുമ്പിലാണ് ഇത് കൊടുത്തേ? ആൻറ്റി ഒന്ന് ചിന്തിച്ചു നോക്കി. അവിടെയാണ് എൻ്റെ പോയിന്റ് കിടക്കുന്നത്. പാമ്പ് ആരെങ്കിലും കൈ കൊടുത്തോ? ആരെങ്കിലും കൈ കൊടുത്തോ? ഇല്ല. ഞാൻ ആ റെസ്പോൺസിബിലിറ്റി, ഇതെന്റെ പ്ലാനാണിത്, ഞാൻ അതിനെ ഏറ്റെടുക്കുന്നു. അതിന്റെ അർത്ഥം എന്താണ്? ഞാൻ ഏറ്റെടുത്തു, ഞാൻ അവരെ റൂൾ ചെയ്യും. മനസ്സിലായില്ലല്ലേ? ഞാൻ അടുത്ത ഭാഗം പറയുമ്പോൾ മനസ്സിലാവും. ഇതിന്റെ ഉത്തരവാദിത്വം മുഴുവൻ ആരേറ്റെടുത്തു? പാമ്പ് ഏറ്റെടുത്തു. ഞാൻ തന്നെയാണ്, എൻ്റെ അതോറിറ്റിയിലാണ് അവർ, ഞാൻ അതിനെ ഏറ്റെടുക്കുന്നു. യേശു ക്രൂശിലേക്ക് കയറാൻ നേരത്ത് യേശുവിന്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് കുറ്റങ്ങൾ ആരോപിക്കുക. കുറ്റം ചെയ്തിട്ടാണോ കിടക്കുന്നത്? സത്യത്തിൽ എന്താണ് കുറ്റം? സത്യത്തിൽ നിങ്ങൾ സത്യത്തിൽ എന്നെ കൂതെന്ന് പറഞ്ഞിട്ടാണ്. ഇതൊക്കെ അവർ ആരോപിച്ച ആരോപണങ്ങളാണ്, സത്യവുമാണ്. പക്ഷേ യേശു സത്യത്തിൽ ക്രൂശിക്കപ്പെടുന്നത് മാനവരാശിയുടെ പാപപരിഹാരത്തിനാണ്. am I right? വ്യത്യസ്ത കാരണങ്ങൾ ചൊല്ലി യേശുവിനോട് ചോദിക്കുക, നീ ആ കുറ്റക്കാരനാണോ? 6 കോടതികളിൽ മാറി 5 കോടതികളിൽ 6 പ്രാവശ്യം മാറി വിസ്തരിച്ചിട്ടും വാ തുറന്ന മനുഷ്യൻ ഒന്നും പറഞ്ഞില്ല. എന്താ? കുറ്റം ഏറ്റെടുത്തു. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി? കുറ്റം ഏറ്റെടുക്കുന്ന ആളാണ് പിന്നെ അതിനെ റൂൾ ചെയ്യുന്നത്. മനസ്സിലായോ? ഏറ്റെടുക്കുന്ന ആളാണ് പിന്നെ അതിനെ റൂൾ ചെയ്യുന്നത്. ആ കുറ്റം സാത്താൻ ഏറ്റെടുത്തപ്പോൾ സാത്താന്റെ റൂളിലായിപ്പോയി. നിയമത്തിനെ, സാത്താന്റെ ബന്ധനത്തിനകത്തായി, സാത്താന്റെ അതോറിറ്റിക്കകത്ത് ജനം പോയപ്പോൾ യേശു ക്രിസ്തു തൻ്റെ ലൈഫ് മുഴുവൻ വിട്ടുകൊടുത്തുകൊണ്ട് മാനവരാശി ചെയ്ത താൻ ചെയ്യാത്ത പാപത്തെ മുഴുവൻ തന്നിലേക്ക് ഏറ്റെടുത്തു. തന്നിലേക്ക് അതിനെ അലിയിച്ചു കളഞ്ഞു. തൻ്റെ ശരീരം അതിനെ ഏറ്റെടുത്തു. എന്തിനാണെന്നറിയോ? ഇനി സാത്താനിൽ നിന്നുള്ളതല്ല നിങ്ങൾ വെളിപ്പെടാൻ പോകുന്നത്. ഇനി നീ ചെയ്ത പ്രവൃത്തി ഉണ്ടല്ലോ, ആ പ്രവൃത്തിയല്ല, ഇനി എൻ്റെ പ്രവൃത്തിയാണ് വെളിപ്പെടേണ്ടത്. എത്ര പേര് നിങ്ങൾ എവിടെയോ ബ്രേക്കായി? ഇനി എന്നിൽ നിന്നുള്ളതാണ് തുറന്നത്. ഏറ്റെടുത്തിരിക്കുന്നു അവൻ നിന്റെ സകല വിഷയങ്ങളെയും. അത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഞാൻ നിർത്താം. ഏറ്റെടുത്തിരിക്കുന്നു. ഈ പകല് ഞാൻ ശക്തമായി പറയുന്നു, ഇനി നിന്നിലൂടെ വെളിപ്പെടേണ്ടത് മുഴുവൻ യേശുവിൽ നിന്നുള്ളതാണ്. ഈ മുന്നോട്ടുള്ള അധ്യായങ്ങൾ പറയുന്നു, നിങ്ങൾ മണ്ണുകൊണ്ടിൽ നിങ്ങളെ പോലല്ല ഞാൻ, നിങ്ങൾ മണ്ണുകൊണ്ടുള്ളവനും ഞാൻ ഉയരത്തിൽ നിന്നുള്ളവനുമാണ്. കൊരിന്ത്യലേഖനത്തിൽ ഈ അധ്യായങ്ങൾ തന്നെ ഉണ്ട്. സോ ഞാൻ നിന്റെ അകത്തേക്ക് വരാൻ ഉദ്ദേശിക്കുന്നതിന്റെ പിന്നിലെ കാര്യം, ഈ മണ്ണ് എന്നുള്ള നിന്റെ ചിന്ത മുഴുവൻ മാറണം. ഇപ്പൊ തന്നെ ആദ്യം ദൈവം മാറ്റി എന്തുവാ? ദൈവം മനസ്സാണ് മാറ്റിയിരിക്കുന്നത്. നമ്മൾ ആ മനസ്സ് മാറ്റാത്തതിന്റെ കുഴപ്പമുള്ളൂ നമുക്ക്, അല്ലേ? ശില്പം മനസ്സിലായോ? എന്താണ് നിന്റെ കയ്യിലൂടെ മിറക്കൾ സംഭവിക്കാത്തതിന്റെ കാര്യം എന്നറിയോ? നിന്റെ കൈ അശുദ്ധം ആയതുകൊണ്ടല്ല, നിന്റെ മനസ്സിനകത്ത് എന്തോ പ്രയാസമുണ്ട്. ശില്പയുടെ പേര് മാത്രമേ ഉള്ളൂ ഞാൻ പറഞ്ഞുള്ളൂ, എല്ലാവരുടെയും കാര്യം പറഞ്ഞു. എൻ്റെയും പേരാണ് എടുത്തുന്നത്, അല്ലെ? ഞാൻ എൻ്റെ പേര് വിളിക്കാം.
എവിടെയോ ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കൈ അത്ഭുതം ചെയ്യും. ഒന്ന് നോക്കിയാൽ നിങ്ങളുടെ കയ്യിലൂടെ ഇതിനകത്തൂടെ രോഗികൾ സൗഖ്യ, ഒന്ന് പറ. ഇതിനകത്തു ഇത് എല്ലാ ദിവസവും പറയും, ഈ കൈയിലൂടെ രോഗികൾ സൗഖ്യമാവും, ഈ കൈയിലൂടെ രോഗികൾ സൗഖ്യമാവും. ആമേൻ, ആമേൻ. സഭയുടെ ഇന്നത്തെ അവസ്ഥയുടെ ഒരു ധാരണാവസ്ഥയോടെ പറഞ്ഞു നിർത്താം. ഈ മനുഷ്യനെ അവർ കൈക്കൊണ്ടില്ല, ഈ മനുഷ്യനെ പള്ളി ഭ്രഷ്ടനാക്കി. മോശയുടെ നിയമം പറഞ്ഞ് ഇത് രണ്ട് സാധ്യതകളുള്ള രണ്ട് സാധ്യതകൾ. ഒന്ന്, നിയമം പറഞ്ഞ് അവർ പുറത്താക്കി. രണ്ടാമത്തെ ആൾക്കാർ അപ്പനും അമ്മയാ, അവരും അവനെ മനസ്സുകൊണ്ടും തള്ളുകയാണ്. എന്നാ പറയുന്നറിയോ? അവർക്കറിയാം ഇവൻ യേശുവിനാൽ സൗഖ്യമായെന്ന്. പക്ഷെ ഇവര് ശാസ്ത്രിമാരോട് ഏറ്റുപറയുന്ന ഭാഗം ഇതാണ്, അവന് പ്രായമുണ്ട്, പോയി അവനോട് ചോദിക്കും. കൃത്യവാക്കാണ്, ഒത്തിരി പറയേണ്ടി വന്നില്ല. അതിന് അവര് നിയമത്തെ പേടിച്ചു. അവർക്ക് പ്രായമുണ്ട്, അവനോട് അതിന് പ്രായത്തെ എങ്കിലും ഇവൻ തള്ളിയില്ല. അവൻ പറയാണ്, ഞാൻ ഒരുവനെ അറിയുന്നു, അവൻ എന്നെ സൗഖ്യമാക്കി. അവനെ കാണിച്ചു തരാൻ പറഞ്ഞപ്പോൾ പറയാണ്, അവനിപ്പം എൻ്റെ കൂടെ ഇല്ല, എവിടെയോ മാറിപ്പോയി. പക്ഷെ അവൻ എന്നാ ചെയ്തെന്ന് ചോദിച്ചപ്പോൾ പറയാണ്, അവൻ നിലത്ത് തുപ്പി പൊടി കുഴച്ചു എൻ്റെ കണ്ണിൽ. എനിക്കറിയില്ല എന്നാ പരിപാടിയെന്ന്. ആ നിയോഗമാണ് ഇന്നും അങ്ങനെ കർത്താവ് ചെയ്യുന്നുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു. കാര്യം ചില നിയോഗങ്ങൾക്കകത്ത് നീ എന്തെങ്കിലും കയറി ചെയ്തു കഴിഞ്ഞാൽ അതിനവിടെ കർത്താവ് കൊണ്ട് സൈൻ ചെയ്യും. ഹല്ലേലൂയ. അതുകൊണ്ട് ഇതൊക്കെ ആരെങ്കിലും പ്രവചിക്കുന്നുണ്ടെന്ന് നോക്കി നിൽക്കരുത്. എന്തെങ്കിലും വെളിപ്പെട്ട് ഞാൻ ശുശ്രൂഷിക്കുന്നത് നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. ആരെങ്കിലും തൈക്കായി വെക്കണം, മറിച്ചിടായിരുന്നാൽ മതി, എന്നെപ്പിച്ചിട്ട് വരണം. കൈവച്ച് പ്രാർത്ഥിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൗകര്യമുണ്ട്. എന്താ നിയോഗങ്ങളിൽ ഒരു മനുഷ്യൻ തയ്യാറായാൽ. പക്ഷെ അതിനകത്ത് എനിക്ക് കാണാൻ പറ്റുന്നൊരു കാര്യമുണ്ട്, അതൊരു നിയോഗമായിരുന്നു. പൊടി കുഴച്ച് കണ്ണിൽ തേച്ച്. ഇതൊക്കെ പ്രസംഗിക്കേണ്ട വിഷയം, പെട്ടെന്ന് അങ്ങ് പറഞ്ഞു വിടുക. പക്ഷെ അതിനകത്ത് വേറൊരു കാഴ്ച ഞാൻ കാണുന്നുണ്ട്. നമ്മൾ പാടിയതുപോലെ ഒരു കുശവനെ കാണുന്നുണ്ട്. ഒരു കുശവനെ കാണും. ആ കുശവൻ പണ്ട് മണ്ണ് കുഴച്ച് ഒരു പ്രതിമയുണ്ടാക്കി ജീവന്റെ ശ്വാസം ഊതി. ഞാൻ മനസ്സിലാക്കുന്നു, ഐ ആം ദ ക്രിയേറ്റർ. നിന്റെ അടുക്കൽ നിൽക്കുന്ന, നിന്റെ ഇല്ലാത്ത കണ്ണ് ഉണ്ടാക്കാൻ പറ്റുന്ന ക്രിയേറ്റർ ഞാനാണെന്ന് യേശു കാണിച്ചു കൊടുക്കുമായിരുന്നു. പ്രവൃത്തി തികയ്ക്കാൻ വേണ്ടി ഉയരത്തിൽ നിന്ന് ഇറങ്ങി വന്ന ഞാൻ ആരാണ്? അന്നത്തെ ആ കുശവനാണ്, നിന്നെ ഉണ്ടാക്കിയ കുശവനാണ് എന്നാണ് യേശു കാണിച്ചു കൊടുത്തത്. കണ്ണുകളൊന്ന് അടച്ച് ദൈവത്തിന് എഴുന്നേറ്റ്. നിന്റെ കൂടെ നിൽക്കുന്ന കർത്താവ് ആരാണെന്ന് നീ മനസ്സിലാക്കിയാൽ, നിന്റെ അപ്പൻ നിന്നെ വിട്ടാലും അമ്മ വിട്ടാലും നിന്റെ സമൂഹം നിന്നെ വിട്ടാലും നീ യേശുവിൻ്റെ കൂടെ നിൽക്കും. നീ യേശുവിൻ്റെ കൂടെ നിൽക്കും. നീ എൻ്റെ യേശുവിൻ്റെ കൂടെ നിൽക്കും. ഒരു നിമിഷം ഒന്ന് സമർപ്പിച്ചാടെ. ഞാൻ ഒരു ടീച്ചിങ് സ്റ്റൈലിലാണ് പ്രസംഗിച്ചതെങ്കിലും എൻ്റെ അകത്ത് നല്ല ബോധ്യമുണ്ട്, നിങ്ങൾ ഒരു മിറക്കിളിൻ്റെ പാത്രങ്ങളാണ്. നിന്നെ ദൈവം ഈ സഭയുമായിട്ട് കണക്ട് ചെയ്തതിൻ്റെ പിന്നിൽ കാര്യം നിന്റെ ക്വാളിറ്റി അല്ല, മറിച്ച് നിന്നിലൂടെ എന്തോ വെളിപ്പെടണമെന്നുള്ളതാണ്. അതിലേക്ക് നിങ്ങളെ കൃത്യമായി കൊണ്ടുവരിക എന്ന ഉത്തരവാദിത്തം നിങ്ങളുടെ മനസ്സിൻ്റെയാണ്. ആമേൻ, 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 ആമേൻ. നാം കേൾക്കുന്നതും കാണുന്നതും ഒക്കെ ആയിട്ട് അതിന് ഒത്തിരി ബന്ധമുണ്ട്. പക്ഷെ ഇന്ന് പകൽ ഹല്ലേലൂയ നിങ്ങളെ തന്നെ ഒന്ന് ക്രമീകരിച്ചാട്ടെ. പരിശുദ്ധാത്മാവേ, ഐ ആം റെഡി. ഈ ദേശത്ത് എന്നിലൂടെ ഒരു ഉണർവുണ്ടെങ്കിൽ ഞാൻ അതിന് തടസ്സമല്ല. ഈ ദേശത്ത് കർത്താവിൻ്റെ മിറക്കിളുകൾ നടക്കുവാൻ ഞാൻ എന്നെ സമർപ്പിക്കുന്നു. ഒന്ന് പറയാമോ? ഈ ദേശത്ത് ദൈവപ്രവർത്തികൾ നടക്കേണ്ടതിനായി ഞാൻ യേശുവിൽ സമർപ്പിക്കുന്നു. ഒരു നിമിഷം എല്ലാവരും വിട്ടുകൊടുത്താട്ടെ. ഞാൻ ഒരിക്കൽ കൂടി ആ ശാപത്തിൻ്റെ കാര്യം ഇവിടെ പറയാൻ തയ്യാറാകുന്നു. ഹല്ലേലൂയ. യേശു ഉള്ളത് കൊണ്ട് നീ പലരെയും ശാപങ്ങളെ മുറിക്കും. യേശു ഉള്ളത് കൊണ്ട് നിന്നിൽ ഇനി ശാപത്തിൻ്റെ വാഴ്ചകൾ നടത്തത്തില്ല. ഒരു നീണ്ട കാലഘട്ടം ശാപത്തിൻ്റെയും പാപത്തിൻ്റെയും വാഴ്ചകൾക്കകത്ത് മുടന്തരായിപ്പോയ, കണ്ണുമങ്ങിപ്പോയ സമൂഹത്തെ പൂർണ്ണമായി സൗഖ്യമാക്കാൻ എരിഹോവിൻ്റെയും എരിശിലേമിൻ്റെയും തെരുവീതികളിലൂടെ സൗഖ്യമായി ഇറങ്ങി നടന്ന യേശു നിന്റെ ഉള്ളിലിരിക്കുക. എന്തിനാ? ഈ കാലഘട്ടത്തിൽ യേശു
അടയാളങ്ങൾ നിന്നിലൂടെ സംഭവിക്കാൻ. ഒന്ന് തലയിലൊന്ന് കൈവച്ച് ഒന്ന് കർത്താവിനോട് നിങ്ങൾ തന്നെ പ്രാർത്ഥിച്ചാട്ടെ. ഞാൻ ഈ ദേശത്ത് മിറക്കിളിന് വേണ്ടി പുറത്തു വന്ന ആളാണ്. ഒരുപക്ഷെ വചനം സംസാരിക്കാൻ എനിക്ക് അറിയത്തില്ലായിരിക്കാം, ഒരുപക്ഷെ അധികം കാര്യങ്ങളൊന്നും എനിക്ക് പറയാൻ അറിയത്തില്ലായിരിക്കാം. പക്ഷേ ഞാൻ വെക്കുന്ന ആൾക്കാരെ സൗഖ്യമാക്കാൻ, ഞാൻ യേശുവിൻ്റെ നാമം ഉപയോഗിക്കുമ്പോൾ ആ നാമത്തിലൂടെ യേശു വിടുതൽ നൽകുവാൻ മതിയായവനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ സമർപ്പിച്ചവരെ ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങനെ ഒരു പ്രാപ്തിയിലേക്ക് ജനത്തെ കൊണ്ടുവന്നതിനായി സ്തോത്രം. ഇവരെ കാണുന്നവർ, കേൾക്കുന്നവർ യേശു വിടുവിക്കുന്നവൻ, സൗഖ്യമാക്കുന്നവൻ എന്ന് തിരിച്ചറിയുവാൻ ദൈവം അവരെ സഹായിച്ചതിനായി സ്തോത്രം. മഹത്വം അങ്ങയ്ക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ഈ വാക്കുകൾ ഒരിക്കലും ഒരു പ്രസംഗമായി തീരുന്നില്ല, മറിച്ച് ഇതൊരു ലൈഫ് സ്റ്റൈലാണ്, ലൈഫാണ്. ലൈഫ് ഇതാണ് സഭയുടെ ലൈഫ്, ഇതാണ് സഭയുടെ ലൈഫ്. ഈ ലൈഫിനകത്തേക്ക് കർത്താവ് നിങ്ങളെ നടത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവിൻ്റെ മേശയിലേക്ക് നമുക്ക് നടക്കാം.